ജയമസി. ഞാൻ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞ എം ഇ ചെറിയാൻ സാറിൻ്റെ കൊച്ചുമകനായ ശിഷ്യ തോംസൺ അദ്ദേഹം എഴുതിയൊരു പാട്ടുണ്ട്, മറ്റൊരു പാട്ടുണ്ട്. അതിങ്ങനെയാണ്: യേശു തെരി പ്രേമ കഹാനി ഗലി ഗലി ഗാओ में, യേശു തെരി മീठी बाणी घर घर सुनाओ में, യേശു തെരി പ്രേമ കഹാനി गली गली गाओ में, യേശു तेरी मीठी वाणी घर घर सुनाओ में. अंधों को आंखें देने यीशु चले आए तुम, कोड़ियों के आहे सुनकर प्रभु चले आए तुम. अंधों को आंखें देने यीशु चले आए तुम, कोड़ियों को आहे सुनकर प्रभु चले आए तुम. पतितों को पालनहार यीशु नाम प्यारा रे, यीशु तेरी प्रेम गानी गली गली गाओ में, यीशु तेरी मीठी बाणी घर घर सुनाओ में. ആമേൻ. യേശു കർത്താവേ, നിൻ്റെ ആ സ്നേഹത്തിൻ്റെ കഥ ഓരോ ഗല്ലിയിൽ, ഓരോ ഗല്ലി എന്ന് പറഞ്ഞാൽ എന്താ പറയുക മലയാളത്തിൽ, ഓരോ തെരുവുകളിലും കർത്താവേ നിൻ്റെ ആ സ്നേഹത്തിൻ്റെ കഥ ഓരോ വീടുകളിലും ഞാനത് പറയും. നമ്മുടെ വിഷയം നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. തുടക്കത്തിൽ തന്നെ പറയട്ടെ പ്രിയമുള്ളവരെ, നാം അനുഭവിച്ച അത്ഭുതകരമായ സ്നേഹം, നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ ക്രിസ്തുവിൻ്റെ സ്നേഹം നാം പറയാറുണ്ടോ? ശിഷ്യ തോംസൺ പാടിയതുപോലെ കർത്താവ്, എൻ്റെ ആഗ്രഹം അതാണ്, അങ്ങയുടെ അത്ഭുതകരമായ സ്നേഹത്തിൻ്റെ കഥ, ആ കഹാനി ഞാൻ ഓരോ വീടുകളിലും ഓരോ തെരുവുകളിലും കർത്താവ് അത് പറയുവാൻ എന്നെ സഹായിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ നമുക്ക് പറയാനായ ഒരു കഥ, നമുക്ക് പറയാനായിട്ടൊരു വലിയ കഥ, ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്തിരിക്കുന്നു. അത് ഏറ്റെടുക്കുവാൻ നമുക്ക് കഴിയട്ടെ. ഇന്നത്തെ വിഷയത്തെ സംബന്ധിച്ച്, എൻ്റെ നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു എന്നുള്ള ഭാഗത്തെ സംബന്ധിച്ച് ഒരു ഭാഗം നമുക്ക് ഒരുമിച്ച് വായിക്കാം. 1 കൊരിന്ത്യർ അതിൻ്റെ 9-ാം അധ്യായം, അവിടെയാണല്ലോ ആ കാര്യം പറയുന്നത്. ആ അധ്യായം നമുക്ക് ഒരുമിച്ച് വായിക്കാം. ആ അധ്യായത്തിൽ അതിൻ്റെ 16-ാം വാക്യം മുതൽ നമുക്ക് ഒരുമിച്ച് വായിക്കാം. 1 Corinthians chapter 9, 16 to 10:7. 10-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം വരെ നമുക്ക് വായിക്കാം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമേ. ബൈബിളുള്ള സഹോദരന്മാർ ആ ബൈബിള് ആ ഭാഗങ്ങൾ എടുക്കുവാൻ ഞാൻ അപേക്ഷിക്കുന്നു. ഞാനത് വായിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണമേ. 1 കൊരിന്ത്യർ 9-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം മുതൽ. ഞാൻ സുവിശേഷം അറിയിക്കുന്നുവെങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ഞാനത് മനഃപൂർവ്വം നടത്തുന്നുവെങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട്. മനഃപൂർവ്വം അല്ലെങ്കിലും കാര്യം എങ്കിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. എന്നാൽ എൻ്റെ പ്രതിഫലം എന്ത്? സുവിശേഷം അറിയിക്കുമ്പോൾ സുവിശേഷ ഘോഷണത്തിനുള്ള അധികാരം മുഴുവനും ഉപയോഗിക്കാതെ ഞാൻ സുവിശേഷഘോഷം ചെലവുകൂടാതെ നടത്തുന്നത് തന്നെ. ഇങ്ങനെ ഞാൻ കേവലം സ്വതന്ത്രൻ എങ്കിലും അധികം പേരെ നേടേണ്ടതിന് ഞാൻ എന്നെ തന്നെ എല്ലാവർക്കും ദാസനാക്കി. യഹൂദന്മാരെ നേടേണ്ടതിന് ഞാൻ യഹൂദന്മാരെ പോലെയായി. ന്യായപ്രമാണത്തിലുള്ളവരെ നേടേണ്ടതിന് ഞാൻ ന്യായപ്രമാണത്തിൽ കീഴുള്ളവനല്ല എങ്കിലും ന്യായപ്രമാണത്തിന് കീഴുള്ളവർക്ക് ന്യായപ്രമാണത്തിന് കീഴുള്ളവനെ പോലെയായി. ദൈവത്തിന് ന്യായപ്രമാണം ഇല്ലാത്തവൻ ആകാതെ ക്രിസ്തുവിന് ന്യായപ്രമാണമുള്ളവനായിരിക്കെ ന്യായപ്രമാണം ഇല്ലാത്തവരെ നേടേണ്ടതിന് ഞാൻ ന്യായപ്രമാണമില്ലാത്തവർക്ക് ന്യായപ്രമാണമില്ലാത്തവനെ പോലെയായി. ബലഹീനന്മാരെ നേടേണ്ടതിന് ഞാൻ ബലഹീനന്മാർക്ക് ബലഹീനനായി. ഏത് വിധേനയും ചിലരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി തീർന്നു. സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകേണ്ടതിന് ഞാൻ സകലവും സുവിശേഷം നിമിത്തം ചെയ്യുന്നു. ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുത്തനെ വിരുദ് പ്രാപിക്കുന്നുള്ളൂ എന്നറിയുന്നില്ലയോ? നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ.
അംഗം പൊരുതുന്നവൻ ഒക്കെയും സകലത്തിലും വർജനം ആചരിക്കുന്നു. അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്ത കിരീടം പ്രാപിക്കണതിന് തന്നെ. ആകയാൽ ഞാൻ നിശ്ചയമില്ലാത്ത വണ്ണമല്ല ഓടുന്നത്, ആകാശത്തെ കുത്തുന്നത് പോലെ അല്ല ഞാൻ മുഷ്ടിയുദ്ധം ചെയ്യുന്നത്. മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളാത്തവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കി അത്ര ചെയ്യുന്നത്. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിന് കീഴെയായിരുന്നു. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്നു. എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു, മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തു ആയിരുന്നു. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. ആമേൻ. നമുക്കൊരു വാക്കുകൂടി പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, തലകളെ. ഞങ്ങളുടെ പ്രിയ കർത്താവേ, അങ്ങനെ അത്ഭുതകരമായ വചനത്തിനായ നന്ദി. അടിയങ്ങളോട് വീണ്ടും അങ്ങ് സംസാരിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾ കേൾക്കാം കർത്താവേ, അനുസരിക്കാൻ കർത്താവേ. ഞങ്ങൾ ഇങ്ങനെയൊരു അനുഭവം അവസരം ഇനി ലഭിക്കുമെന്ന് അറിയില്ല കർത്താവേ. അതുകൊണ്ട് ഞങ്ങളോട് സംസാരിക്കണമേ, ഞങ്ങൾ ഹൃദയങ്ങളോട് സംസാരിക്കണമേ. അങ്ങേ പിൻപറ്റുവാൻ, അങ്ങേ അനുസരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. കുറവുകൾ അടിയനെ കർത്താവെ അങ്ങയുടെ ക്രൂശിന് നിഴലിൽ നിർത്തണമേ. അങ്ങ് സ്വയം സംസാരിക്കണമേ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു നാമത്തിൽ തന്നെ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ കാര്യമാണ്. പൗലോസ് അപ്പോസ്തലൻ 9-ാം അധ്യായം അതിൻ്റെ കാര്യങ്ങൾ പറയാം, നമുക്കറിയാം. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പോകാൻ ആഗ്രഹിക്കുന്നില്ല. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, എനിക്ക് സ്വതന്ത്രനായിട്ട് ജീവിക്കാൻ കഴിയും. എനിക്കിഷ്ടമുള്ളതുപോലെ സുവിശേഷ ഘോഷണം മറ്റുള്ളവരുടെ ചെലവിൽ എനിക്ക് നടത്താൻ കഴിയും. പക്ഷേ ഞാൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് സുവിശേഷ ഘോഷണം നടത്തുകയാണ്. അതാണ് എൻ്റെ കോണ്ടെക്സ്റ്റ്. എന്നിട്ട് പൗലോസ് അപ്പോസ്തലൻ പറയാണ്, ഞാൻ സുവിശേഷം അറിയിക്കുന്നുവെങ്കിൽ എനിക്ക് പ്രശംസിപ്പാനൊന്നുമില്ല. അയ്യോ, ഞാൻ സുവിശേഷം അറിയിക്കുന്നു, ഞാൻ നേപ്പാളിൽ പോയി, ഞാൻ നോർത്ത് ഇന്ത്യയിൽ ചെയ്യുന്നു, ഞാൻ വേല ചെയ്യുന്നു. പ്രശംസിപ്പാനായിട്ടൊന്നുമില്ല. എന്താ പ്രശംസിക്കാൻ ഇല്ലാത്ത കാര്യം? അപ്പോസ്തലൻ പറയാണ്, കാര്യം എന്താണെന്നറിയോ? നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. അവിടെ 2 വാക്യങ്ങൾ, 2 പദങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. വീണ്ടും താഴെ പറയുന്നൊരു കാര്യമുണ്ട്, കാര്യമെങ്കിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഈ 2 വാക്യങ്ങളൊന്നും ശ്രദ്ധിക്കണമേ. നിർബന്ധം എൻ്റെ മേൽ കിടക്കുകയാണ്. മാത്രമല്ല, ഈ ഒരു കാര്യം, സുവിശേഷം എന്നുള്ള ഈ ഒരു കാര്യം ദൈവം എന്നെ എന്ത് ചെയ്തിരിക്കുന്നു? ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഹി എൻട്രസ്റ്റഡ് മീ. നമുക്കറിയാം, പൗലോസ് അപ്പോസ്തലൻ ദൈവജനത്തിനെതിരായിട്ട് ദൈവജനത്തെ പിടിച്ച് കെട്ടി ജയിലിലടയ്ക്കാനും കൊല്ലുവാനുമായി ദമസ്കോസിന്റെ പടിവാതിലേക്ക് പൗലോസ് അപ്പോസ്തലൻ ദമസ്കോസിന്റെ പടിവാതിലേക്ക് വെച്ച് കർത്താവ് പൗലോസ് അപ്പോസ്തലനിൽ പ്രത്യക്ഷപ്പെട്ടു. പൗലോസ് അപ്പോസ്തലൻ താഴെ വീണു. അദ്ദേഹം ചോദിച്ച ആദ്യത്തെ ചോദ്യമുണ്ട്, കർത്താവേ, നീ ആരാകുന്നു? നീ ആരാകുന്നു കർത്താവേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ആദ്യത്തെ സെഷൻ നമ്മൾ ചോദിച്ച ചോദ്യമാണ്, ആരാണ് ക്രിസ്തു നമുക്ക്? നമ്മുടെ ജീവിതത്തിൽ ആരായിട്ടാണ് ക്രിസ്തു നാം ഏറ്റെടുത്തിരിക്കുന്നത്? പൗലോസ് അപ്പോസ്തലനോട് കർത്താവ് പറഞ്ഞു, നീ ഉപദ്രവിക്കുന്ന യേശു, അതാണ് ഞാൻ. അപ്പോസ്തലനൊരു കാര്യം മനസ്സിലായി. യേശു എന്ന് പറഞ്ഞ്, വെറും തച്ചൻ്റെ മകൻ എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ യഹൂദ മതത്തെ തകർക്കാൻ നടക്കുന്ന ഒരു മാർഗമെന്ന് പറഞ്ഞ് ഞാൻ മുദ്ര കുത്തിയ, ഞാൻ ഉപദ്രവിക്കുന്നത് ഈ യേശു ജീവനുള്ള ദൈവത്തിൻ്റെ മകനാണ്, ഇവൻ മശീഹയാണെന്നുള്ള സത്യം പൗലോസ് അപ്പോസ്തലൻ മനസ്സിലായി. അപ്പോസ്തലൻ ഉടനെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്നെ പലപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തിയൊരു ചോദ്യമാണ്. അപ്പോസ്തലൻ ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണം കർത്താവേ? വാട്ട് ഷാൽ ഐ ഡു? ഞാൻ എന്താ ഇനി ചെയ്യേണ്ടത്? എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ഞാൻ ചോദിക്കട്ടെ, യഥാർത്ഥമായും ക്രിസ്തുവിനെ അറിഞ്ഞ ഒരു ദൈവമായ പൈതൽ, കർത്താവിൻ്റെ സ്നേഹത്തെ അറിഞ്ഞ ഒരു ദൈവ പൈതൽ, എനിക്ക് വേണ്ടി ക്രൂശിൽ പിടഞ്ഞു മരിച്ച കർത്താവ് അവൻ എന്നെ സ്നേഹിച്ചു, എനിക്ക് വേണ്ടി ജീവൻ തന്നു എന്ന് മനസ്സിലാക്കിയ ഒരു ദൈവ പൈതൽ, ആ ക്രിസ്തുവിൻ്റെ അത്ഭുതകരമായ അഗാധമായ സ്നേഹത്തിന്റെ ആഴങ്ങളെ അറിഞ്ഞു ദൈവ പൈതൽ ചോദിക്കുന്ന ചോദ്യമാണ്, കർത്താവേ, ഞാൻ എന്താ ചെയ്യേണ്ടത്? വാട്ട് ഷാൽ ഐ ഡു ലോർഡ്? ഹൃദയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ആ ചോദ്യം ചോദിച്ചാൽ
കർത്താവ് ഉത്തരം തരും പ്രിയപ്പെട്ടവരെ. കർത്താവ് വെറുതെ ആരെയും വിളിച്ചിട്ടില്ല പ്രിയപ്പെട്ടവർ. ഇവിടെ ഇരിക്കുന്ന ഒരു വ്യക്തിയും എങ്ങനെയെങ്കിലും രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, സഭയിൽ എങ്ങനെ ഞായറാഴ്ച പോകുന്നു, എന്തെങ്കിലും കൊടുക്കുന്നു, ലെഫ്റ്റ് ഓവർ എന്ന് പറയും, ബാക്കി നീക്കുവാക്കിയുള്ള എന്തെങ്കിലും കൊടുക്കുന്നു, മിഷന് കൊടുക്കുന്നു, ആ മറ്റുള്ളവർക്ക് കൊടുക്കുന്നു. അതിനു വേണ്ടിയാണ് ക്രിസ്തു നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് കർത്താവ് നമുക്ക് വേണ്ടി ജീവൻ തന്നത്, സ്വന്തം രക്തം ഊറ്റി തന്നത്. അതിനുവേണ്ടിയാണ് ഇപ്പോഴും നമ്മളെ കർത്താവ് ഇവിടെ നിർത്തിയിരിക്കുന്നത് ഈ ലോകത്തിൽ. വീണ്ടും ലോകത്തിൻ്റെ സുഖത്തിൻ്റെ ആ മട്ട് ഊറ്റിക്കുടിച്ച് സുഖിച്ച് പുളച്ച് ഈ ലോകത്തിൽ ഇനിയും ജീവിക്കുവാൻ, ഇനിയും സുഖസൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുവാൻ. ഇവിടെ ഇരിക്കുന്ന ദൈവത്തെ അറിഞ്ഞ ഓരോരുത്തരും ഞാൻ പറയട്ടെ, നമ്മുടെ ഓരോരുത്തരെയും നമ്മൾ വിളിച്ചിരിക്കുന്ന ദൈവത്തിന് വ്യക്തിപരമായി നമ്മെക്കുറിച്ചൊരു ഉദ്ദേശവും ലക്ഷ്യവുമുണ്ട്. വെറുതെ കർത്താവ് ആരെയും വിളിക്കാറില്ല. അങ്ങനെയല്ലേ പറയുന്നത്, വിളിച്ചു. കർത്താവിൻ്റെ വിളി കേട്ടോ. എന്തിനാ കർത്താവ് വിളിക്കുന്നത്? നമ്മളൊരാളെ വിളിക്കുന്നത് എന്തിനാ? ഞാനിങ്ങനെ ഇരിക്കുകയാണ്, ഒരാളെന്നെ വിളിച്ചു, ജോയ് സാറിനെ വിളിച്ചു, ബെന്നി ഇങ്ങോട്ട് വാ. അപ്പം ഞാൻ ചോദിക്കും, എന്തിനാ വിളിച്ചത്? ഇല്ല, വെറുതെ ചുമ്മാ. അങ്ങനെ ആരും വിളിക്കത്തൊന്നുമില്ലല്ലോ. കർത്താവ് നമ്മൾ വിളിച്ചെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ദൈവത്തിന് അതിനെക്കുറിച്ച് കൃത്യമായ ഒരു ഉദ്ദേശവും ലക്ഷ്യവുമുണ്ട്. അതെപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്? പൗലോസ് അപ്പോസ്തലനെ പോലെ, കർത്താവേ, ഞാൻ പാപിയായിരുന്നു, ദുഷ്ടനായിരുന്നു, ലോകത്തിന് വേണ്ടി ജീവിച്ചവനായിരുന്നു, നീ എന്നെ വിളിച്ചു, നീ എൻ്റെ രക്തത്താൽ എന്നെ വീണ്ടെടുത്തു, ഞാൻ എന്താ ചെയ്യേണ്ടത്? വാട്ട് ഷാൽ ഐ ഡു ലോർഡ് എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ കർത്താവിന് ഉത്തരം വരും. പൗലോസ് അപ്പോസ്തലനോട് ഉടനെ തന്നെ ഉത്തരവൊന്നും കൊടുത്തില്ല. അപ്പോസ്തലനോട് പറഞ്ഞു, ഇപ്പോൾ നീ ഒരു കാര്യം ചെയ്യുക, നീ എഴുന്നേറ്റ് ദമസ്കോസിലേക്ക് പോകാം, നീ ചെയ്യേണ്ടതെന്ന് വിധിച്ചിരിക്കുന്നതെല്ലാം അവിടെ നിന്നോട് ഞാൻ പറയുമെന്ന് പറഞ്ഞു. ദമസ്കോസിൽ ചെന്ന് 3 ദിവസം രാത്രിയും പകലും, 3 രാവും പകലും കണ്ണും കാണില്ല, ഭക്ഷണവും കഴിച്ചില്ല, വെള്ളവും കുടിച്ചില്ല. എനിക്ക് തോന്നുന്നു പൗലോസ് അപ്പോസ്തലനോട് കർത്താവ് ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചു. പൗലോസ് അപ്പോസ്തലനോട് പറഞ്ഞു, നിന്നെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു, ജാതികളുടെ ഇടയിൽ, രാജാക്കന്മാരുടെ മധ്യത്തിൽ, അനേകരുടെ മധ്യത്തിൽ എൻ്റെ സാക്ഷിയാകുവാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലനോട് പറയുന്നത്, എന്താ പറയുന്നത്? നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. താഴെ പറഞ്ഞു, ആ സുവിശേഷം കർത്താവ് എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നു. അഗ്രിപ്പ രാജാവിന് മുമ്പിൽ നിൽക്കുന്ന സമയത്ത് പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നുണ്ട്, അഗ്രിപ്പ രാജാവേ, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ കാണിക്കില്ലെന്ന്. സ്വർഗീയ ദർശനത്തിന് എന്നെ വിളിച്ച ദൈവത്തിൻ്റെ വിളിക്ക്, ദൈവത്തിൻ്റെ ഉദ്ദേശത്തിന് ഞാൻ അനുസരണക്കേട് കാണിച്ച് എൻ്റെ ഇഷ്ടത്തിന്, എൻ്റെ ആഗ്രഹത്തിന് ഞാൻ ജീവിക്കില്ല. അതുകൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ, രാജാവെ, അങ്ങയുടെ മുമ്പിൽ നിൽക്കുവാൻ ഞാൻ നിൽക്കേണ്ടി വന്നതെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുക. ഞാൻ തുടക്കത്തിൽ തന്നെ പറയട്ടെ പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു നിർബന്ധം നമ്മൾക്കുണ്ടോ? ദൈവത്തെ അറിഞ്ഞ ദൈവമക്കളോടെല്ലാം ഞാൻ പറയട്ടെ, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും പറയട്ടെ, എന്നെയും നിങ്ങളെയും വിളിച്ച് ഇപ്പോഴും ജീവശ്വാസം തന്ന് ഇന്ന് നാം ജീവനോടെ ഇരിക്കുന്നെങ്കിൽ അതിന് കാരണഭൂതനായ ദൈവം, ഇന്ന് നാം ഇവിടെ ഇരുന്ന് കേൾക്കുന്നതിന് കാരണഭൂതനായ ദൈവം, ഇന്ന് നാം ജീവനോടിരിക്കുന്നതിന് കാരണഭൂതനായ ദൈവം, ആ ദൈവം നമ്മൾ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രത്യേകമായ ലക്ഷ്യത്തോടും ഉദ്ദേശത്തോടും കൂടിയാണ്. നശിച്ചു പോകുന്ന അനേകർ, ക്രിസ്തുവിനെ അറിയാത്ത അനേകർ, വഴുവഴുപ്പിൽ നിൽക്കുന്ന അനേകർ, അങ്ങനെയല്ല 73-ാം സങ്കീർത്തനം പറയുന്നത്, അവരെല്ലാം വഴുവഴുപ്പിൽ നിൽക്കുന്നു. എന്താ വഴുവഴുപ്പിൽ നിൽക്കുന്ന പ്രത്യേകത? എന്താ? ഏത് നിമിഷവും തെന്നി വീഴുന്ന ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത നിത്യ നരകത്തിലേക്ക് വീണുപോകുന്ന അനേകരോട് ഈ നമുക്ക് ലഭിച്ച അത്ഭുതകരമായ രക്ഷയെക്കുറിച്ച് പറയുവാൻ, ആ സ്നേഹത്തെക്കുറിച്ച് വർണ്ണിക്കുവാൻ ദൈവം നമ്മോട് ആക്കിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. ആമേൻ. പൗലോസ് പറഞ്ഞ കാര്യമുണ്ട്, ഞാൻ വീണ്ടും വായിക്കട്ടെ. നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു, ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം, കഷ്ടം. എൻ്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് തോന്നുന്നു നാം പലപ്പോഴും തലയിൽ കൈവച്ച് അയ്യോ കഷ്ടമെന്ന് പറയണം, എനിക്കിന്ന് സുവിശേഷം അറിയിക്കാൻ കഴിഞ്ഞില്ല കർത്താവേ, അങ്ങയുടെ സ്നേഹം എൻ്റെ കൂടെ ബസ്സിൻ്റെ അടുത്തിരുന്ന വ്യക്തിയോട്, അല്ലെങ്കിൽ എൻ്റെ കൂടെ പഠിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളോട്, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന സുഹൃത്തുക്കളോട്, എൻ്റെ ബന്ധുക്കാരോട്, എൻ്റെ അയൽക്കത്തുകാരോട്, അങ്ങനെ ഒരു തീഷ്ണത നമ്മുടെ ഹൃദയത്തിലുണ്ടോ പ്രിയപ്പെട്ടവരെ? കർത്താവേ, സുവിശേഷം ഈ വ്യക്തിയോട് പറയാൻ ഒരു അവസരം എനിക്ക് തരണം കർത്താവേ, എന്നെ സ്നേഹിച്ച് അങ്ങയുടെ സ്നേഹത്തെക്കുറിച്ച് പറയുവാൻ. പൗലോസ് പറയാണ്, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. എന്നിട്ട് അവിടെ ഒരു വാക്ക് ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, ഞാനത് മനഃപൂർവ്വം നടത്തുന്നുവെങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട്. ആമേൻ. മനഃപൂർവ്വം എന്ന വാക്ക് ഒന്ന് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണം കേട്ടോ.
പലരോടും സുവിശേഷം ഞങ്ങളിങ്ങനെ പറയാൻ സമയത്ത് അവർ പറയാറുണ്ട്, സഹോദര ബെന്നി സഹോദരനെയൊക്കെ വിളിച്ചു, രജി സഹോദരനെ വിളിച്ചു, സഹോദരൻ വിളി കേട്ട് അങ്ങനെ പോയി. അല്ല, ഇപ്പം നിങ്ങൾ ചിന്തിക്കും, ഫേബ മോളുടെ സാക്ഷ്യം കേട്ട് കഴിഞ്ഞപ്പോൾ ഫേബയെ വിളിച്ചു, എന്നെ അങ്ങനെ വിളിച്ചിട്ടൊന്നുമില്ല, എനിക്കങ്ങനെ പ്രത്യേകിച്ച് വിളിയൊന്നുമില്ല, വിളിയൊക്കെ കിട്ടിയാൽ ഞാൻ പോയേനെ. ഞാനൊരിക്കലും ഒരു സ്ഥലത്ത് ഇങ്ങനെ വചനം പറഞ്ഞിട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ സഹോദരൻ സഹോദരൻ വന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു, എൻ്റെ പൊന്നു സഹോദരൻ, എനിക്ക് കർത്താവിൻ്റെ വേലയെക്കുറിച്ച് വളരെ ആഗ്രഹമുണ്ട്, ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു, സഹോദരൻ ബാ, വണ്ടി കയറ്, നമുക്ക് പോയി കളയാം. അപ്പോൾ സഹോദരൻ എന്നെ ഇങ്ങനെ മാറ്റി നിർത്തിയിട്ട് വളരെ ഗൗരവത്തോടെ വളരെ ശക്തമായ ഭാഷയിലോട്ട് പറഞ്ഞു, കർത്താവ് വിളിച്ചാൽ ഞാൻ ഉടനെ ഇറങ്ങിയിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, സഹോദരൻ ബൈബിൾ വായിക്കാറില്ലേ? ഇതിൽ വിളിയുണ്ടല്ലോ ഇഷ്ടം പോലെ ബൈബിളിനകത്ത്. കർത്താവ് വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണല്ലോ ആൾക്കാരെ. അത് ഇവിടെ പൗലോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, മനഃപൂർവമായി. എൻ്റെ പ്രിയപ്പെട്ടവരാ, സുവിശേഷം ദൈവത്തെ അറിഞ്ഞ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നാം മനഃപൂർവമായി ചെയ്യേണ്ട ഒരു കാര്യം അത്. ബൈ കമ്പൽഷൻ, ദ കമ്പൽഷൻ ഈസ് അപ്പോൺ us. അല്ലാണ്ട് അവസരം കിട്ടിയാൽ, അങ്ങനെ സംഭവിച്ചാൽ, എൻ്റെ മോന് സൗഖ്യം കിട്ടിയാൽ, അല്ലെങ്കിൽ എൻ്റെ അസുഖം മാറി കിട്ടിയാൽ, കാലിന് വേദന, നമ്മൾ കേട്ടില്ലേ ഒത്തിരി സാക്ഷ്യങ്ങളുണ്ട്. ഫേവമോളുടെ അവളുടെ രോഗത്തിൻ്റെ കാര്യം കേട്ടില്ലേ? ഒത്തിരി സാക്ഷ്യങ്ങൾ ഞങ്ങൾക്ക് പറയാണ്ട് പ്രിയപ്പെട്ടവരെ. രോഗം വന്ന് കൊടും തണുപ്പത്ത് പോയി കർത്താവ് അത്ഭുതത്തോടെ രോഗം മാറ്റി കർത്താവിൻ്റെ വേല ചെയ്ത ദൈവമക്കളെ അവർ ദൈവം അത്ഭുതത്തോടെ സൗഖ്യമാക്കി. ഒത്തിരി കഥകൾ നിങ്ങളിവിടെ ഇരിക്കുകയാണെങ്കിൽ വൈകുന്നേരം വരെ പറയാനുള്ള സാക്ഷ്യങ്ങൾ ഞങ്ങൾക്ക് പറയാനായിട്ട്. പക്ഷേ നമ്മൾ ഓരോ എക്സ്ക്യൂസ് പറയാണ്. നമ്മൾ പറയാണ്, അല്ല അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ പോകുമായിരുന്നു. നോ കണ്ടീഷൻ. യഥാർത്ഥമായ ദൈവമക്കളുടെ ഉള്ളിൽ ദൈവം അവർ പൗലോസും പറയാ, മനഃപൂർവ്വമായിട്ട് ഞാനത് ചെയ്യും. ഞാനത് മനഃപൂർവ്വമായിട്ട് ചെയ്യുകയാണെങ്കിൽ എന്താ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് എന്ത് ലഭിക്കുമെന്ന് പറയുന്നത്, പ്രതിഫലം എനിക്കുണ്ട്. ആമേൻ. പ്രതിഫലം എനിക്കുണ്ടെന്നാണ് പൗലോസ് പറയുന്നത്. അല്പം മുമ്പ് പ്രിയ രജിസ്റ്റോരൻ പറഞ്ഞല്ലോ, ഈ ലോകത്തിൽ തന്നെ ഞങ്ങൾക്ക് കർത്താവിൻ്റെ വേല ചെയ്യുന്നവർക്കെല്ലാം വലിയ പ്രതിഫലം അറിയപ്പെട്ടവരെ. അയ്യോ, സൗരൻ പറഞ്ഞ വാക്യം എനിക്ക് എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച വാക്യം, ഇതെല്ലാം 100 മടങ്ങ് നിങ്ങൾക്ക് തരുമെന്ന്. 100 മടങ്ങല്ല, എനിക്ക് തോന്നുന്നു കർത്താവ് പറഞ്ഞാലും കൂടുതൽ മടങ്ങ് കർത്താവ് തരുന്നുണ്ട്. സ്വന്തമായിട്ട് ഒന്നുമില്ലെങ്കിൽ എല്ലാം ഉള്ളവനെ പോലെ ജീവിക്കുവാൻ. എത്ര ബന്ധങ്ങൾ, എത്ര സ്നേഹങ്ങൾ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആ നേപ്പാൾ കാണിച്ച് കാണാം, ജീവൻ തരാൻ മരിക്കാൻ തയ്യാറായിട്ട് പ്രിയപ്പെട്ടവർ, നമുക്ക് വേണ്ടിയിട്ട് മരിക്കാനായിട്ട് തയ്യാറായ വ്യക്തികൾ. പൗലോസ് പറഞ്ഞില്ലേ, നിങ്ങളുടെ കണ്ണെനിക്ക് ചൂഴ്ന്നു തരുമാറായിരുന്നു, തരാൻ നിങ്ങൾ തയ്യാറാണ്. അങ്ങനെയുള്ള സ്നേഹങ്ങൾ, സ്നേഹബന്ധങ്ങൾ കർത്താവിൻ്റെ വേല ചെയ്യുന്ന ദൈവമക്കൾ, കർത്താവിനോട് ഇറങ്ങിത്തിരിക്കുന്ന ദൈവമക്കളുടെ വലിയ സൗഭാഗ്യം. അപ്പനെയും അമ്മയും വിളിച്ച് ഞാൻ നേപ്പാളിലേക്ക് പോയി. എത്രയോ അപ്പനമ്മമാരെ ദൈവം അവിടെ തന്നു ഞങ്ങൾക്ക്. സഹോദരന്മാരെ വിട്ട് നേപ്പാളിലേക്ക് പോയി. എത്രയോ സഹോദരന്മാരെ വിവിധ സ്ഥലങ്ങളിൽ, ദേശം മുഴുവൻ തന്നേക്കുക. എല്ലാ ദേശത്തും ഉണ്ട് സഹോദരന്മാർ, സ്നേഹിക്കുന്ന സഹോദരന്മാർ. 100 മടങ്ങായി തരുന്ന കർത്താവ്. ഒരു പാട്ടുണ്ടല്ലോ, നിങ്ങൾ ഒരു പക്ഷേ കേട്ടിരിക്കും, സ്നേഹത്തിൻ്റെ കതിരുകൾ കൊയ്യാൻ പോകാം. ഒരു പാട്ട് എനിക്ക് വളരെ എന്നെ സ്പർശിക്കുന്ന, സുവിശേഷത്തിന് വേണ്ടി പോകാം. എന്തിനാ പോകുന്നത്? സ്നേഹത്തിൻ്റെ കതിരുകൾ കൊയ്യാൻ പോകാം. അത് യഥാർത്ഥമായി കഴിഞ്ഞ 24 വർഷം ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. സ്നേഹിക്കുന്ന അനേക ദൈവമക്കൾ കർത്താവിനെ പോലെ സ്നേഹിക്കുന്ന അനേകരെ വേല സ്ഥലങ്ങൾ നമുക്ക് കാണാൻ കഴിയും പ്രിയപ്പെട്ടവരെ. അതൊരു പ്രതിഫലം. അത് മാത്രമല്ല, വലിയൊരു പ്രതിഫലം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ആമേൻ. വലിയൊരു പ്രതിഫലം നമുക്ക് വേണ്ടി പ്രതിഫലം തരാൻ പോകും നമ്മുടെ കർത്താവ്. ആ പ്രതിഫലം ഞാൻ ആദ്യം കഴിഞ്ഞ സെഷനിൽ പറഞ്ഞല്ലോ, പിതാവ് നമ്മെ മാനിക്കാൻ പോകുന്നു, കർത്താവിനോട് കൂടെ നാം വാഴാൻ പോകുന്നു, കർത്താവിനോട് കൂടെ ഞാൻ വസിക്കാൻ പോകുന്നു. കർത്താവ് തരുന്ന നീതിയുടെ കിരീടം, എന്നെന്നും നിലനിൽക്കുന്ന ആ കിരീടം. പൗലോസ് പറയാണ്, ആ പ്രതിഫലം നോക്കിയത് കൊണ്ട്, നിത്യതയിൽ എനിക്ക് ലഭിക്കുന്ന പ്രതിഫലം നോക്കിയത് കൊണ്ട് ഞാൻ സുവിശേഷം ഘോഷണം മനഃപൂർവ്വമായി ചെയ്യുന്നു. എനിക്ക് പറഞ്ഞേ മതിയാവൂ. അത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം, ജീവിതം നഷ്ടം, ജീവിതം കൊണ്ട് എനിക്ക് പ്രയോജനമില്ലാതെ പോകും. നമുക്കറിയാം മോശയെക്കുറിച്ച് എബ്രായ ലേഖന കർത്താവ് പറയുന്നത് നമുക്കൊന്ന് വായിക്കാം. എന്നെ സ്പർശിച്ച് എന്നെ എപ്പോഴും ചലഞ്ച് ചെയ്യുന്ന ഒരു വാക്യമാണത്. എബ്രായ ലേഖനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന വാക്യമെങ്കിൽ ഈ കോണ്ടക്സ്റ്റിൽ നമുക്കൊന്ന് വായിക്കാം. എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 25-ാം വാക്യം. എബ്രായ ലേഖനം 15-ാം അധ്യായം 25-ാം വാക്യം. പ്രതിഫലം നോക്കിയത് കൊണ്ട്. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, മോശ ക്രൂശ് കണ്ടിട്ടില്ലായിരുന്നു. തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് കേട്ട് അത്
എന്താ പറയുക, ഒരു പ്രവാചകനായിരുന്ന മോശയ്ക്ക് അതിനെക്കുറിച്ച് അറിയാമായിരുന്നു തീർച്ചയായും. പക്ഷേ നമ്മളെപ്പോലെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ ആ അത്ഭുതകരമായ സ്നേഹത്തെ കാണാത്തൊരു വ്യക്തിയാണ് മോശ. എങ്കിലും മോശ പറഞ്ഞൊരു കാര്യമുണ്ട്, മോശയെക്കുറിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, പ്രതിഫലം നോക്കിയത് കൊണ്ട്. ഇപ്പം നമ്മളെല്ലാവരും ഈ അമേരിക്കയ്ക്കും കാനഡയ്ക്കും മക്കളെയൊക്കെ അയക്കുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, ഓസ്ട്രേലിയയ്ക്കും അല്ലെങ്കിൽ നല്ല ജോലിയൊക്കെ തിരഞ്ഞു പോകാൻ കാര്യം പ്രതിഫലം നോക്കിയതുകൊണ്ട്. കഴിഞ്ഞ ദിവസം ഒരു സൗരം പറയായിരുന്നു, നേപ്പാളിലേക്ക് വന്നാൽ 5 ലക്ഷം രൂപ ഒരു മാസം ശമ്പളം തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും, അല്ലേ? 5 ലക്ഷം രൂപ സാലറി, നേപ്പാളിലേക്ക് പോരെ, ജുംലയിൽ ജോലി. ജുംലയിൽ തണുപ്പൊന്നും അവർക്കൊരു വിഷയമില്ല. എൻ്റെ ദൈവമേ, കാനഡയിലൊക്കെ എന്നെ തണുപ്പ്, അവിടെയൊക്കെ ആ തണുപ്പത്ത് ഐസ് മഞ്ഞ് കൂടി കിടക്കുന്ന ആൾക്കാർ പോകാനുള്ള കാരണം എന്താ? പൈസയുണ്ട് സൗര, പൈസ കൂടുതലുണ്ട് അവിടെ, ശമ്പളം കൂടുതലുണ്ട്. ഇവിടെയൊന്നുമില്ല, അവിടെ പൈസയുണ്ട്. ഞാൻ തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞത് നാം പ്രതിഫലം നോക്കുന്ന എവിടെയാണെന്ന്, ഈ ലോകത്തിൻ്റെ പ്രതിഫലം. ആമേൻ. ലോകത്തിൽ പ്രതിഫലം ലഭിക്കുന്നുവെങ്കിൽ, ലോകത്തിൽ നമുക്ക് ശമ്പളം ലഭിക്കുന്നെങ്കിൽ നമ്മൾ എന്ത് റിസ്ക് എടുക്കാൻ തയ്യാറാവും പ്രിയപ്പെട്ടവരെ? പക്ഷേ ഇവിടെ മോശയെക്കുറിച്ച് പറഞ്ഞത് പ്രതിഫലം ലോകത്തിൻ്റെ പ്രതിഫലമല്ല. ഇവിടെ പറഞ്ഞത് മോശയെക്കുറിച്ച് പ്രതിഫലം നോക്കിയത്, നിത്യതയുള്ള പ്രതിഫലം നോക്കിയതുകൊണ്ട്. പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോൻ്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും, രാജകുമാരൻ എന്ന പദവി, ആ പദവിയെ മോശ നിരസിച്ചു. പിന്നെ എന്താ പറയുന്നത്? മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണുകയും ചെയ്തു. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, മോശ പറഞ്ഞു, എനിക്ക് ഈ രാജകുമാരൻ്റെ പട്ടമൊന്നും എനിക്ക് വേണ്ട, എൻ്റെ ജനത്തോടുകൂടെ ഞാൻ കഷ്ടം അനുഭവിക്കാൻ പോകും, അത് എനിക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിഫലം അതാ, എനിക്ക് ആ പ്രതിഫലം വേണം. എനിക്ക് ഫറവോയുടെ വലിയ നിക്ഷേപങ്ങൾ, ഇവിടുത്തെ പണം, അല്ലെങ്കിൽ എന്താ പറയുക, സ്വർണം, ഇതൊന്നും എനിക്ക് വേണ്ട. എനിക്ക് എൻ്റെ ജനത്തോടു കൂടെ കഷ്ടം അനുഭവിക്കണം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചതുപോലെ ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങൾ എനിക്ക് കൂട്ടാളിയായി തീരണം. ക്രിസ്തുവിനോടുകൂടെ എനിക്ക് കഷ്ടം സഹിക്കണം. ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളിൽ എനിക്ക് കൂട്ടാളിയായി തീരണം. ഈ ലോകത്തിൻ്റെ പേര്, പെരുമ, ധനം, ഈ ലോകത്തിൻ്റെ ഇതൊന്നും കാരണം എന്താണെന്നറിയോ? പ്രതിഫലം എനിക്കുണ്ട് അവിടെ. ആമേൻ. ഇവിടെ ഈ 9-ാം അധ്യായം 9-ാം അധ്യായത്തിന് മുമ്പിലേക്ക് അതിന് മുമ്പ് പൗലോസ് അപ്പോസ്തലൻ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, പ്രതിഫലത്തെക്കുറിച്ച് പറയുന്ന മറ്റൊരു കാര്യം. അതുകൊണ്ട് നമുക്കൊന്ന് വായിക്കാലോ. 3-ാം അധ്യായത്തിൽ, 3-ാം അധ്യായത്തിൽ അവിടെ പൗലോസ് അപ്പോസ്തലൻ സുവിശേഷ വേലയെക്കുറിച്ച് പറയുന്നൊരു വാക്യമുണ്ട്. 3-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 10 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നത്: എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു ശില്പിയായി അടിസ്ഥാനം ഇട്ടിരിക്കുന്നു, മറ്റൊരുത്തൻ മീതെ പണിയുന്നു. താൻ എങ്ങനെ പണിയുന്നുവെന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. ക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. എന്നിട്ട് പറയാണ്, കർത്താവ് എന്ന അടിസ്ഥാനത്തിന് മേലിടുന്ന കാര്യങ്ങളെ കുറിച്ച്. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ കൊണ്ട് പണിയുന്നു എങ്കിൽ അവൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ആ ദിവസം അതിന് തെളിവാകും. അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തരുടെ പ്രവൃത്തി ഇന്ന വിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തൻ്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും. താനോ രക്ഷിക്കപ്പെടും, എന്നാൽ തീയിൽ കൂടെ എന്ന പോലെ അത്രേ. ആമേൻ. ഇവിടെ പൗലോസ് പറയുന്നതാ, നമ്മൾ എങ്ങനെയാണ് കർത്താവിന് വേണ്ടി, കർത്താവിൻ്റെ വേല ഞാൻ നിങ്ങൾ എങ്ങനെയാണ് എങ്ങനെയാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്? പൊന്നു വെള്ളി എന്ന് പറഞ്ഞത് എന്താ? നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും നാം വിലയേറിയതെന്ന് എണ്ണുന്നത് കർത്താവിന് വേണ്ടി കൊടുക്കുവാൻ നമ്മുടെ സമയം, നമ്മുടെ ബുദ്ധി, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഓരോന്നും, കർത്താവേ ഞാൻ അങ്ങയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിലയേറിയ എൻ്റെ ഈ ജീവിതം ഞാൻ അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. അങ്ങനെ എടുക്ക്, അങ്ങനെ ഉപയോഗിക്ക്, അങ്ങയുടെ ഇഷ്ടമനുസരിച്ച് എന്നെ പ്രയോഗിക്കുക കർത്താവേ എന്ന് പറഞ്ഞ് കർത്താവിന് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മൂല്യമേറിയത് കർത്താവിന് കൊടുക്കുമ്പോൾ അതാണ് പൊന്നും വെള്ളിയും കൊണ്ട് പണിയുന്ന പണി എന്ന് പറയുന്നത്. അതല്ല നമ്മൾ ഈ ലോകത്തിൽ നല്ല സുഖമായിട്ട് ജീവിക്കുന്നു, വളരെ ഈസിയായിട്ട് നല്ല സ്വസ്ഥമായിട്ട് ജീവിക്കുന്നു. എപ്പോഴെങ്കിലും നീക്കുവാക്കി വരുന്ന ചിലതെല്ലാം കർത്താവിൻ്റെ വേലയ്ക്കെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി കൊടുക്കുന്നു. ബാക്കിയുള്ള സമയം, ബാക്കിയുള്ള പണം, നീക്കുവാക്കിയുള്ള കാര്യങ്ങൾ ഒരു ദിവസം കർത്താവ് കത്തിക്കുമ്പോൾ അതെല്ലാം കത്തിപ്പോകും. പ്രിയപ്പെട്ടവരെ, കർത്താവ് തരാതെ എന്താ നമുക്കുള്ളത്? എന്തെങ്കിലും ഉണ്ടോ ഈ ലോകത്തിൽ? കർത്താവ് തരാതെ എന്തെങ്കിലും?
സുവിശേഷത്തിന് വേണ്ടി, കർത്താവിന് വേണ്ടി, കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ കെട്ടുമണിക്ക് വേണ്ടി അടിസ്ഥാനമായ കർത്താവായ യേശുക്രിസ്തു, ആ അടിസ്ഥാനത്തിന് മേൽ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി ഞാനും നിങ്ങളും എങ്ങനെ പണിയുന്നു? ഇറ്റ്സ് എ വാണിംഗ്. നമ്മുടെ മുമ്പിൽ വളരെ ഒരു എന്താ പറയുക, കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന വലിയൊരു വാണിംഗ് ആയത്. നാം എങ്ങനെയാണ് പണിതുന്നത്? എന്താ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിത്യതയ്ക്ക് വേണ്ടി ആ പ്രതിഫലം ലഭിക്കാനായിട്ട് നാം എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? വലിയൊരു വാണിംഗ് കർത്താവ് നമുക്ക് തരിക. പ്രിയപ്പെട്ടവരെ, ഇവിടെ പറയുന്നൊരു കാര്യമുണ്ട്, ഇതൊന്നുമില്ല. രക്ഷിക്കപ്പെട്ട ദൈവവാതിലാണ് സ്വർഗത്തിലുണ്ടാവും. പക്ഷെ എങ്ങനെ ഉണ്ടാവണമെന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഒരു കയറിലാണ് സ്വർഗത്തിൽ ഇറക്കുന്നത്. എങ്ങനെയാണ് ഇറങ്ങുന്നത് അറിയോ? താനോ രക്ഷിക്കപ്പെടും, എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ. വിചാരിച്ചേ, വീട് കത്തി, സകലതും കത്തിപ്പോയി, വീട് ശരീരവും അവിടെയെല്ലാം പൊള്ളലേറ്റു, തുണിയും കത്തിപ്പോയി, അവിടെയെല്ലാം കത്തി, അവിടെ നിന്ന് ഓടി എങ്ങനെയൊക്കെയോ പുറത്ത് വന്നു, അവിടെയെല്ലാം വെള്ളം ഒഴിച്ച് അവിടെ എവിടെയും പൊള്ളിയിരിക്കുന്നു. എന്തു കോലായിരിക്കും അത്? താടിയും കത്തിപ്പോയി, മുടിയും കത്തിപ്പോയി, സകലതും കത്തിപ്പോയി, ബാക്കിയൊന്നുമില്ല. ഏതായാലും അവിടെ എത്തി. പക്ഷേ എൻ്റെ കർത്താവ് എന്ന് പറഞ്ഞ് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി സീരിയസ്. തമാശ കളിക്കേണ്ട കാര്യമല്ല പ്രിയപ്പെട്ടവരത്. ഞാൻ പറയട്ടെ, തമാശ കളിക്കേണ്ട കാര്യമല്ല ഇത്. ദൈവസന്നിധിയിൽ ഞാനും നിങ്ങൾ ഓരോ ദിവസവും നിൽക്കും. മറ്റൊരു ഭാഗത്ത് അത് സമയമില്ല. മറ്റൊരു ഭാഗത്ത് പറയേണ്ടത്, കർത്താവിൻ്റെ സന്നിധിയിൽ നാം അക്കൗണ്ട് ബോധിപ്പിക്കേണ്ടി വരും. മോനെ മോളെ, നിനക്ക് ഞാൻ വിദ്യാഭ്യാസം തന്നു, നിനക്ക് ഞാൻ പണം തന്നു, നിനക്ക് ഞാൻ ആരോഗ്യം തന്നു, എന്ത് ചെയ്തു നീ എനിക്ക് വേണ്ടി? ഞാൻ നിനക്ക് വേണ്ടി ജീവൻ തന്നില്ലേ? ഞാൻ നിനക്ക് വേണ്ടി ക്രൂശിൽ എൻ്റെ രക്തം തന്നില്ലേ? വാട്ട് യു ഡിഡ്? നീ എന്താ എനിക്ക് വേണ്ടി ചെയ്തത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രതിഫലം നോക്കിയത് കൊണ്ട് വീണ്ടും നമുക്ക് തിരിച്ചവിടേക്ക് പോകാം. പൗലോസ് എന്ന് പറയാണ്, എങ്കിലും എനിക്ക് പ്രതിഫലമുണ്ട്, മനഃപൂർവ്വമല്ലെങ്കിലും കാര്യമെങ്കിൽ വരമേൽപ്പിച്ചിരിക്കുന്നു. എന്നാൽ എൻ്റെ പ്രതിഫലം എന്ത്? സുവിശേഷം അറിയിക്കുമ്പോൾ സുവിശേഷ ഘോഷണമുള്ള അധികാരം മുഴുവനും പ്രയോഗിക്കാതെ ഞാൻ സുവിശേഷ ഘോഷണം ചെലവുകൂടാതെ നടത്തുന്നത് തന്നെ. ഇങ്ങനെ ഞാൻ കേവലം സ്വതന്ത്രനെങ്കിലും അധികം പേരെ അധികം പേരെ നേടേണ്ടതിന് ഞാൻ എന്നെ തന്നെ എല്ലാവർക്കും ദാസനാക്കി. ആമേൻ. എന്നിട്ട് പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്, പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കണമേ. താഴെ പറഞ്ഞ കാര്യമാണ്, യഹൂദന്മാരെ നേടേണ്ടതിന് ഞാൻ എന്തായെന്ന്? യഹൂദനായി. അപ്പം നമ്മൾ പൗലോസ് അപ്പോസ്തലൻ അങ്ങ് ഒരു യഹൂദനല്ലേ, പിന്നെ യഹൂദനാവേണ്ട കാര്യമുണ്ടോ? നമുക്കറിയാം പൗലോസ് പറഞ്ഞ കാര്യമുണ്ട്, ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി. ആ പുതിയ സൃഷ്ടിയായ പൗലോസ് അപ്പോസ്തലൻ വീണ്ടും യഹൂദന്മാരെ പോലെ യഹൂദനായി അവരുടെ മധ്യത്തിൽ പോയി അവരോട് പ്രസംഗിച്ച് അവരിൽ നിന്ന് യഹൂദന്മാരെ വീണ്ടെടുക്കുവാനായി ശ്രമിച്ച കാര്യം നമുക്കറിയാം. അത് സമയമില്ല. നിങ്ങളും അപ്പോസ്തല പ്രവൃത്തി 21 അധ്യായം വായിക്കുമ്പോൾ അറിയാം. പൗലോസ് അപ്പോസ്തലൻ ജെറുസലേമിൽ വന്നപ്പോൾ അവർ പറഞ്ഞു, എല്ലാവരും പറയാണ്, നീ മോശയുടെ എന്താ പറയുക, ന്യായപ്രമാണത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ കുറച്ച് പേരുണ്ട്, നീ അവരെ കൂട്ടിക്കൊണ്ട് ദേവാലയത്തിൽ പോകണം, അവരുടെ തലയൊക്കെ മൊട്ടയടിക്കണം, അവർക്ക് വേണ്ട ചിലവൊക്കെ നീ ചെയ്യണം. അപ്പോൾ ആൾക്കാർ വിചാരിക്കും, ഓ നീ യഹൂദ ന്യായപ്രമാണത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല എന്ന് അവർക്ക് മനസ്സിലാവും. യാക്കോബ് ഒക്കെ അത് പറഞ്ഞു. എനിക്കത് വായിക്കുമ്പോൾ അത്ഭുതം തോന്നുന്നത്, പൗലോസ് അപ്പോസ്തലൻ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? പക്ഷേ എനിക്ക് തോന്നുന്നു പ്രിയപ്പെട്ടവരെ, പൗലോസ് പറഞ്ഞല്ലോ, അവരെങ്ങനെയെങ്കിലും നേടാനായിട്ട്, എങ്ങനെയെങ്കിലും ആ മനുഷ്യനെ നേടാനായിട്ട്. പൗലോസ് അപ്പോസ്തലൻ കൺവിക്ഷന് തീർത്തും എതിരായിരുന്നു അത്. പൗലോസ് അപ്പോസ്തലൻ അവരെ വിളിച്ചുകൊണ്ട് പോയി തല മൊട്ടയടിപ്പിച്ചു, അതിനുള്ള ചിലവുകളെല്ലാം ചെയ്തു. യഹൂദന്മാർക്ക് വേണ്ടി ഞാൻ യഹൂദനായി തീർന്നു. വീണ്ടും താഴെ പറയുന്നുണ്ട്, ന്യായപ്രമാണമുള്ളവർക്ക് വേണ്ടി ഞാൻ ന്യായപ്രമാണമുള്ളവനെ പോലെ ആയി തീർന്നു. ആ ന്യായപ്രമാണം ഇല്ലാത്തവർക്ക് വേണ്ടി ഞാൻ അങ്ങനെയായി തീർന്നു. ബലഹീനന്മാർക്ക് വേണ്ടി ഞാൻ ബലഹീനായി തീർന്നു. എന്നിട്ട് താഴെ പറയുന്നത്, ഏത് വിധേനയും ചിലരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി തീർന്നു. ആമേൻ. നോർത്ത് ഇന്ത്യക്കാർ രക്ഷിക്കാനായിട്ട് നോർത്ത് ഇന്ത്യയിൽ ചെന്ന്, അല്ലെങ്കിൽ നേപ്പാളിൽ രക്ഷിക്കാനായിട്ട് നേപ്പാളിൽ ചെന്ന് നേപ്പാളികളെ പോലെ ആയിത്തീരണം. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ നേപ്പാളിൽ ചെന്ന സമയം ഏതാണ്ട് 2-3 വർഷമായുള്ളൂ. ജുംലയിൽ വീട്ടിൽ ഞങ്ങളെ സുവിശേഷം കേട്ടു. അവർ വീണ്ടും കൂടുതൽ അതിനെയൊക്കെ അറിയാനായിട്ട് ഞങ്ങൾ വിളിച്ചു. ഞാനും എൻ്റെ കൂടെ ഇപ്പോൾ നേപ്പാളിൽ ജോലി ചെയ്യുന്ന ജോർജ് സോർ, ഞങ്ങൾ 2 പേരും അവിടെ പോയി. അപ്പോൾ ഞങ്ങൾ സുവിശേഷമൊക്കെ പറഞ്ഞു, അവരോട് ബൈബിളിലൊക്കെ മാറ്റിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവർക്ക് വലിയ സന്തോഷമായി, അവർക്ക് ഭയങ്കര സന്തോഷമായി. അവർ പറഞ്ഞു, സഹോദരന്മാരെ, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളൊരു ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് എന്തായാലും പോകാവുള്ളൂ. ആ സഹോദരൻ വളരെ സ്നേഹത്തോടെ കൊണ്ടുതന്നു. എന്താ സംഭവം എന്നറിയോ? ചീഞ്ഞ ഇറച്ചി. ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞ് ഇറച്ചി എങ്ങനെ ഉണ്ടാവും? ചീഞ്ഞ ഇറച്ചി കൊണ്ടുണ്ടാക്കിയ സൂപ്പ്. അത് കുറച്ചൊന്നുമല്ല, വലിയൊരു കോപ്പ പോലത്തെ ഒരു സാധനത്തിൽ നിറച്ച് കൊണ്ടുവന്നിരിക്കുകയാണ്.
അതിങ്ങനെ മുറിയിലേക്ക് വരുന്ന സമയത്ത് തന്നെ മൂക്കിൻ്റെ പാലം തെറിച്ച് പോകുന്ന തരത്തിലുള്ള സ്മെല്ലാണ് വന്നുകൊണ്ടിരുന്നത്. ഇതിങ്ങനെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ജോർസോൻ അടുത്തിടെ വന്നേ ഉണ്ടായിരുന്നു. ജോർസോൻ എന്നെ ഇങ്ങനെ കൈ കൊണ്ട് തോണ്ടിട്ട് പറഞ്ഞു, സഹോദരൻ എനിക്ക് കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, സഹോദര ഇത് കഴിച്ചില്ലെങ്കിൽ ഇവരെ നേടാൻ കഴിയില്ല നമുക്ക്. അവർ വളരെ സ്നേഹത്തോടെ നമുക്ക് തരുന്നതല്ലേ. നിങ്ങൾക്കറിയാലോ, നമ്മുടെ വീട്ടിലൊക്കെ അമ്മച്ചിമാരൊക്കെ അല്ലെങ്കിൽ ഭാര്യമാർ നല്ല ഭക്ഷണം ഉണ്ടാക്കിയിട്ട് നമുക്ക് തരുമ്പോൾ നമ്മൾ പറയും എനിക്കത് വേണ്ടാന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ സങ്കടമായി പോകും. അല്ലെങ്കിൽ നമ്മളത് കഴിച്ചുകൊണ്ട് തന്നെ ഓ വളരെ നന്നായിരുന്നു പറഞ്ഞാൽ അവർക്ക് എന്തൊരു സന്തോഷമാവും അത്. അപ്പോൾ ഞാൻ പറഞ്ഞു, സോറ ഇത് കഴിച്ചില്ലെങ്കിൽ പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരാനും പറ്റൂല. അപ്പോൾ അവരുടെ മനസ്സിലെന്താ ഉണ്ടാവുക, ഓ നിങ്ങൾ ഏതോ ദേശത്ത് വന്നു, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങൾ സ്വീകരിച്ചു, ഞങ്ങൾ തരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ നമ്മൾ തമ്മിൽ എന്ത് ബന്ധമുള്ളത്? എങ്ങനെയാണ് നമ്മൾ ഒന്നായിത്തീരുന്നത്? ഏതായാലും ഞാൻ ആ കോപ്പ ജോർസോൻ്റെ അടുത്തേക്ക് ഇങ്ങനെ മാറ്റി വെച്ചു. ഞാൻ അവരെ നോക്കി ചിരിയൊക്കെ അഭിനയിച്ച് അങ്ങനെ ചിരിച്ച് കപ്പ് കുപ്പെന്ന് പറഞ്ഞ് ഒറ്റ വടിക്ക് കുടിച്ചങ്ങ് തീർത്തു. കുടിച്ച് തീർത്ത് കഴിഞ്ഞപ്പോൾ അവർ പറയാണ്, അയ്യോ ഇത് സാറിന് ഇഷ്ടമായി കുറച്ചുകൂടെ. ഞാൻ പറഞ്ഞു ഇത് മതി, വളരെ നന്നായിട്ടുണ്ട്, ഇത്രയും മതി. ഞാൻ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ ജോർസോരൻ അതും ഒറ്റയടിക്ക് കുടിച്ച് തീർത്ത് പറഞ്ഞു, സൗര പോവാം പുറത്തേക്ക് പോകണം. അന്ന് അവിടെ മുതൽ വീട് വരെ ജോർസോനെ ഛർദ്ദിച്ചു. അഡാപ്റ്റേഷൻ. ആ കുടുംബം പിന്നീട് കർത്താവിലേക്ക് വരാനിടയായി തീർന്നു. എന്നെ പ്രിയപ്പെട്ടവരെ, നേപ്പാളിൽ ചെല്ലുമ്പോൾ നേപ്പാളികളെ പോലെ ജീവിക്കാൻ, അവരിൽ ഒരാളായി തീരുവാൻ, എൻ്റെ പ്രിയപ്പെട്ടവരെ എങ്ങനെയെങ്കിലും അവരെ നേടുവാൻ, അവരിൽ ഒരാളായി നോർത്ത് ഇന്ത്യക്കാരെ നേടുവാൻ. ശിവം മോള് പറഞ്ഞല്ലോ, അവിടുത്തെ ചൂട് സൗരന്മാരൊക്കെ എല്ലാം അറിയാം, പലർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ. അവിടുത്തെ ചൂട് കാലത്ത് പെരും ചൂട്. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന നമ്മുടെ ഫേബിയൊക്കെ നിൽക്കുന്ന സ്ഥലത്ത് ഫാനും കീനൊന്നുമില്ല. പെരും ചൂടത്ത് 48-49 ഡിഗ്രി ചൂടാന്ന് ആലോചിച്ച് നോക്കണം. ഫാനും ഇല്ല, പരിപാടിയൊന്നുമില്ല. അവരെ ഫാനുണ്ട്, കൈ ഇങ്ങനെ കറക്കുന്ന ഒരു ഫാൻ, ഇങ്ങനെ ഒരു ഓല കൊണ്ട് അതിങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുകയെന്നല്ല. അതിപ്പോൾ രാത്രി ഉറങ്ങാൻ നേരത്തെ കറക്കാൻ പറ്റില്ല, കുറേ നേരം കറക്കി നമ്മൾ കിടന്ന് ഉറങ്ങി പോകും. അങ്ങനെ തന്നെ ചൂട് കാലത്ത് ചൂട്, കൊതുകിൻ്റെ ശല്യം, തണുപ്പ് കാലത്ത് അതിശൈത്യം. ഇപ്പോൾ ജുംലയിലൊക്കെ -14, -20 അതിശൈത്യം. അവരിൽ ഒരാളായിട്ട് ജീവിച്ച് അവരുടെ മധ്യത്തിൽ പോയി അവരോട് സുവിശേഷം പറഞ്ഞ്, എനിക്ക് തോന്നുന്നു പൗലോസ് അപ്പോസ്തലൻ കാര്യമാണ് എന്താ പറഞ്ഞത്, ഞാൻ എല്ലാവർക്കും വേണ്ടി എല്ലാമായി തീർന്നു. എന്തുകൊണ്ട് എല്ലാവർക്കും വേണ്ടി എല്ലാമായി തീർന്നത്? എങ്ങനെയെങ്കിലും പൗലോസ് അപ്പോസ്തലൻ്റെ തൃഷ്ണ, എന്താ പറയുക, പൗലോസ് അപ്പോസ്തലൻ്റെ പാഷൻ എന്തായിരുന്നു? എങ്ങനെയെങ്കിലും എനിക്ക് അവരെ നേടണം, ക്രിസ്തുവിന് വേണ്ടി എനിക്ക് അവരെ നേടണം. എനിക്ക് തോന്നുന്നു പൗലോസ് അപ്പോസ്തലൻ പറയായിരിക്കും, എൻ്റെ സഹോദരൻ എനിക്ക് നേടണം, സഹോദരൻ എനിക്ക് വേണം, സഹോദരൻ നിത്യത എനിക്ക് കാണണം, സഹോദരൻ ഇങ്ങനെ കൈവിട്ടുകളെ എനിക്ക് താല്പര്യമില്ല. അത് ടിബറ്റനാകട്ടെ, അത് നേപ്പാളി ആകട്ടെ, അത് നോർത്ത് ഇന്ത്യക്കാരനാവട്ടെ, ഭോജ്പുരി ആകട്ടെ, അവധി ആകട്ടെ, സഹോദരി നിങ്ങളെ എനിക്ക് വേണം. ദാറ്റ് ഈസ് എ പാഷൻ. സുവിശേഷത്തെക്കുറിച്ചുള്ള പാഷൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ അത്ഭുതകരമായ ആ പാഷൻ നമുക്കിവിടെ കാണാൻ കഴിയും. എന്താ പറഞ്ഞത്? ഞാൻ എല്ലാവർക്കും വേണ്ടി എല്ലാമായി തീർന്നു. എന്നിട്ട് പൗലോസ് അപ്പോസ്തലൻ താഴെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഏത് വിധേനയും ചിലർ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും വേണ്ടി എല്ലാമായി തീർന്നു. സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകേണ്ടതിന് ഞാൻ സകലവും സുവിശേഷ നിമിത്തം ചെയ്യുന്നു. ആമേൻ. അതൊന്ന് അണ്ടർലൈൻ ചെയ്യണം പ്രിയപ്പെട്ടവരെ. യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതല് അവൻ ചെയ്യുന്നതെല്ലാം എന്തിനായിരിക്കണം? സുവിശേഷ നിമിത്തമായിരിക്കണം. ഗോസ്പൽ ഓറിയന്റഡ് ലൈഫ്. നിങ്ങൾ ഡോക്ടർ ആയിക്കോ, നിങ്ങൾ നേഴ്സ് ആയിക്കോ, നിങ്ങൾ പ്ലംബിംഗ് ജോലി ചെയ്യുന്ന ആയിക്കോട്ടെ, ഇലക്ട്രിസിറ്റി ജോലി ചെയ്യുന്ന ഇലക്ട്രീഷ്യൻ ആയിക്കോട്ടെ, കൃഷി ചെയ്യുന്നവനായിക്കോട്ടെ, ഞാൻ കൃഷി ചെയ്യും സുവിശേഷത്തിന് വേണ്ടി. ഞാൻ ഡോക്ടറായി ജോലി ചെയ്യും സുവിശേഷത്തിന് വേണ്ടി, എൻ്റെ കർത്താവിൻ്റെ സുവിശേഷം പറയാനായി. ഞാൻ നേഴ്സായിട്ട് ജോലി ചെയ്യും എൻ്റെ കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി. മീൻസ് മൈ എയിം ഈസ്, എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ ആഗ്രഹം, എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സുവിശേഷം. ഗോസ്പൽ ഓറിയന്റഡ് ലൈഫ്. ഞാൻ എന്ത് ചെയ്താലും, തൂപ്പുകാരനായാലും വെപ്പുകാരനായാലും മരപ്പണിക്കാരനായാലും, എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ക്രിസ്തുവിനെ എനിക്ക് ലഭിച്ചു, ഇനി എൻ്റെ ജീവിതം എൻ്റെ ക്രിസ്തുവിന് വേണ്ടി, ഇനി ഞാൻ ജീവിക്കും എൻ്റെ ക്രിസ്തുവിന് വേണ്ടി, ഇനി ഞാൻ ജീവിക്കും എന്നെ കർത്താവ് ഭരമേൽപ്പിച്ച ആ സുവിശേഷത്തിന് വേണ്ടി. പൗലോസ് അപ്പോസ്തലൻ മാത്രമാണോ ഭരമേൽപ്പിച്ചത്? ആണോ? പൗലോസ് അപ്പോസ്തലൻ മാത്രമാണ് ഇത് ഭരമേൽപ്പിച്ചിരിക്കുന്നത്. യഥാർത്ഥമായും കർത്താവിൻ്റെ ശിഷ്യന്മാർ ഓരോടും കർത്താവ് പറഞ്ഞ കാര്യമാണ്, സ്വർഗത്തിലും ഭൂമിയിലും
സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുക. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവരെ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നൊക്കെ അവരെ പാലിക്കാനായിട്ട് പഠിപ്പിച്ചും. എന്നിട്ട് അവസാനം കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, പേടിക്കണ്ട ഫേബേ, ലോകാവസാനത്തോളം ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആമേൻ. നേപ്പാളിലും നോർത്ത് ഇന്ത്യയിലും പോലീസ് സ്റ്റേഷനിലും ജയിലിലും മാവോ തീവ്രവാദികളുടെ മധ്യത്തിലും എവിടെയെല്ലാം കർത്താവ് നമ്മെ അയക്കുന്നു അവിടെയെല്ലാം കർത്താവ് പറയാം, മോനെ നീ പേടിക്കണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. 2 പ്രാവശ്യം മാവോവാദികൾ എന്നെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയതാ. ആളുകളെ കൊന്നൊടുക്കുന്ന സമയം, ഒരു ജീവന് യാതൊരു വിലയില്ലാത്ത സമയം, അവരുടെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി, അവരുടെ സെൻറ്ററിലേക്ക്, കാട്ടിനുള്ളിലേക്ക്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഈ വാക്യം വന്നത്, കർത്താവ് പറഞ്ഞു, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഐ ആം വിത്ത് യു, ഞാൻ നിന്നോട് കൂടെയുണ്ട്. രജിസവരൻ പറഞ്ഞല്ലോ, ഇത് പേടിക്കുന്നൊരു കർത്താവ് കൂടെയുണ്ടെങ്കിൽ, സകലത്തെയും ചമച്ചവൻ ഒരു കരിയിലെ താഴെ വീഴുന്നെങ്കിൽ അവൻ അറിയാതെ വീഴില്ലെങ്കിൽ, ആ കർത്താവ് എൻ്റെ ഓരോ മുടിയും അവൻ എണ്ണി തിട്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ഒരു മുടി പോലും താഴെ വീഴുന്നത് അവനറിയാതെ ഉണ്ടാകുന്നില്ലെങ്കിൽ ആരെ ഭയപ്പെടാൻ? ഏത് മാവോവാദി, ഏത് ഗണ്ണ്, ഏത് ബോംബ്, ഏത് സോക്കറ്റ് ബോംബ്? ഞാൻ നിന്നോട് കൂടെയുണ്ട്, പോ, ഐ വിൽ ബി വിത്ത് യു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ഗ്രേറ്റ് കമ്മീഷൻ, കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ആ വലിയ ദൗത്യം, അതൊരു ഒരു വേണമെങ്കിൽ ചെയ്യാൻ പറഞ്ഞ കാര്യമല്ല. അത് ഇറ്റ്സ് എ കമാൻഡർ ഓഫ് എ കമാൻഡർ. കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന, ഭരമേൽപ്പിച്ചിരിക്കുന്ന വലിയ ഉത്തരവാദിത്വം, ഒരു കമ്മീഷനിങ്. അത് ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ആ ഗ്രേറ്റ് കമ്മീഷനിൽ, ആ വലിയ ഉത്തരവാദിത്തത്തിൽ ഞാൻ നിങ്ങൾ എവിടെ നിൽക്കുന്നു? ഒരുപക്ഷെ മുൻനിരയിലല്ലായിരിക്കാം, പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ആ ഒരു കമ്മീഷനാണോ? എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എൻ്റെ ക്രിസ്തുവിൻ്റെ സുവിശേഷം, അവൻ്റെ രാജ്യം, അവൻ്റെ രാജ്യത്തിൻ്റെ കെട്ടുപണി, എൻ്റെ പണം, എൻ്റെ സമ്പത്ത്, എൻ്റെ മക്കൾ, എൻ്റെ വിദ്യാഭ്യാസം, എൻ്റെ ആരോഗ്യം, ഇതെല്ലാം ഒറ്റ ലക്ഷ്യം, സുവിശേഷം. മാനവജാതിക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് വന്ന് പാപത്തിന് വേണ്ടി കാൽവരി ക്രൂശിൽ പിടഞ്ഞ് മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു, ആ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് രക്ഷയുണ്ട്, നിത്യജീവനുണ്ട്. ആ സുവിശേഷം എൻ്റെ ലക്ഷ്യം, അതാണ് എൻ്റെ ഗോൾ, അതാണ്. ഇവിടെ അപ്പോസ്തലൻ പറയുന്ന കാര്യമുണ്ട്, സുവിശേഷ നിമിത്തം ഞാൻ സകലവും, ഞാൻ എന്ത് ചെയ്യുന്നു അതെല്ലാം അതിന് ലക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ കർത്താവിൻ്റെ സുവിശേഷ നിമിത്തം ചെയ്യുന്നു. എന്നിട്ട് പൗലോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, അവിടെ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഓട്ടക്കളത്തിൽ ഓടുന്നവരെല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുവനെ വിരുദ് പ്രാപിക്കുന്നുള്ളൂ എന്നറിയുന്നില്ലയോ? നിങ്ങളോ പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ. ആമേൻ. പൗലോസ് ചില സ്ഥലത്ത് പറയുന്നത് ഇംഗ്ലീഷിൽ ഐ പ്രസ് അപ്പോൺ. എന്താ നമുക്കറിയാലോ, ഓട്ടക്കളത്തിൽ ഓടാൻ നിൽക്കുന്നവരൊക്കെ ഇങ്ങനെയൊന്നും ആരും ഓടാറില്ല. മുമ്പോട്ട് ആഞ്ഞുകൊണ്ട്, കർത്താവിൻ്റെ വിളിയിലേക്ക് ആഞ്ഞുകൊണ്ട് ഓടാൻ നിൽക്കുന്ന പൗലോസ് അപ്പോസ്തലൻ. ആലോചിച്ച് നോക്കിയേ, പൗലോസ് അപ്പോസ്തലന് കൊടുത്ത ആ ഓട്ടം നമുക്കെല്ലാം അങ്ങനെ ഒരു ഓട്ടം തന്നിട്ടുണ്ട് ഈ ലോകത്തിൽ. നമ്മൾ എന്തിനാ ഓടുന്നതെന്നുള്ള വിഷയം മാത്രമേ ഉള്ളൂ. സുവിശേഷത്തിന് വേണ്ടിയുള്ള ആ ഓട്ടം, പൗലോസ് പറയാ, എല്ലാവരും ഓടുന്നുണ്ട്, പക്ഷേ വിരുദ് പ്രാപിക്കുന്നവർ താഴെ പറയുന്ന അംഗം പൊരുതുന്നവൻ ഒക്കെയും സകലത്തിലും വർജനമാതിരിക്കുന്നു. അതോ വാടുന്ന കിരീടമോ നാമോ വാടാത്തത് പ്രാപിക്കേണ്ടതിന് തന്നെ. ആമേൻ. പ്രിയപ്പെട്ടവർ, ഈ ലോകത്തിൻ്റെ കിരീടങ്ങളെല്ലാം വാടിപ്പോകും. ഞങ്ങൾ ലക്നൗവിൽ താമസിക്കുന്ന സമയത്ത്, അല്പസമയം താമസിച്ച സമയത്ത് അതിൻ്റെ തൊട്ടടുത്ത കോളനി ഒരു പോഷ് കോളനിയാണ്. IAS ഓഫീസേഴ്സ്, സ്റ്റേറ്റ് സെക്രട്ടറീസ്, IPS ഓഫീസേഴ്സ്, അവരെയൊക്കെ പേരിങ്ങനെ വലിയ ബിൽഡിംഗ് കൊണ്ട് അതിൻ്റെ മുമ്പിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ഇന്നയാളുടെ പേര്, എന്നിട്ട് IPS ഓഫീസർ അല്ലെങ്കിൽ സ്റ്റേറ്റ് എക്സ് സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. എന്നെ കാണുന്നറിയോ, വൈകുന്നേരം ഞാനിവരെ ഇങ്ങനെ ശ്രദ്ധിക്കും, വൈകുന്നേരം രാവിലെയൊക്കെ അവരെ റിട്ടയർഡായി അവിടെ ഇങ്ങനെ താമസിക്കുകയാണ്, മക്കളൊക്കെ എവിടെയൊക്കെയാണ്, ചിലരവരെ കൂടെ ഉണ്ട്. എന്നാൽ ഈ പണ്ടത്തെ ടീമുകൾ, ഈ പണ്ടത്തെ IPS ഓഫീസേഴ്സും സ്റ്റേറ്റ് സെക്രട്ടറീസൊക്കെ ഒരു പട്ടിയും പിടിച്ച് ഇങ്ങനെ നടന്നു പോകണം കാണാം. അങ്ങനെ ഒരു പട്ടീനെ കൈ പിടിച്ചിട്ടുണ്ടാവും, ചിലരിങ്ങനെ വെറുതെ നടന്നു പോകും. ഞാനിങ്ങനെ വെറുതെ അവരുടെ മുഖത്തേക്ക് പോകുമ്പോൾ എന്തൊരു ദൈന്യതയാണ് അവരുടെ മുഖത്ത്, ഒരാശയമില്ലാതെ വലിയ സങ്കടത്തോടെ. ഒരു സമയത്ത് സല്യൂട്ട് അടിക്കാൻ ഒത്തിരി പേരുണ്ടായിരുന്നു, ഒരു സമയത്ത് സാറേ എന്ന് വിളിക്കാൻ ഒത്തിരി പേരുണ്ടായിരുന്നു. എല്ലാം തീർന്നു.
ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ ആരുമില്ലാതെ തൊണ്ട് വലിച്ചു എന്ന് പറഞ്ഞ പോലെ ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ, ആരും സല്യൂട്ട് അടിക്കാനില്ലാതെ, മക്കളും അവരവരുടെ വേഗം എവിടെയൊക്കെ പോയി. എന്തൊരു ദൈന്യതയാണ് അവർ മുഖത്ത് കാണുന്നത്. ഈ ലോകത്തിൽ നമ്മൾ എന്ത് നേടിയാലും ജീവിതത്തിൻ്റെ അവസാന ആ ഘട്ടത്തിൽ, ഞങ്ങളുടെ ജുമലയിലെ ഭാഷ പറയും പീക്കി പീക്കി എന്ന് പറയും. പീക്കി പീക്കി എന്ന് പറയും. അതായത് ലാസ്റ്റ് എന്ന് പറഞ്ഞ് വലിക്കുന്ന വലിയുണ്ടല്ലോ, ആ വലിനെ അവർ പറയുന്നത് പീക്കി പീക്കി എന്ന് പറയും. നല്ലൊരു ഭാഷ എനിക്ക് തോന്നിയിരുന്നത്. അങ്ങനെ വലിച്ചു കിടക്കുന്ന സമയത്ത്, ചേട്ടൻ എന്തിനാ പേടിക്കുന്നത്? 10 ഏക്കർ സ്ഥലമല്ലേ ഉള്ളത്, നോക്കിക്കേ, ഈ ആധാരമൊക്കെ നോക്കിക്കേ. അയ്യോ 10 ഏക്കർ സ്ഥലമുണ്ട്, എന്നാൽ പോയേക്കാം എന്ന് പറയും. അതിൽ ആശ്വാസം ഉണ്ടാവും. അത് ചേട്ടൻ്റെ ഡിഗ്രി PhD ഒക്കെ എടുത്ത ആളല്ലേ, നോക്കിയേ, സർട്ടിഫിക്കറ്റൊക്കെ നോക്കിയേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടങ്ങളിൽ ഇതെല്ലാം തീരും. ആദ്യം നമ്മുടെ സഹോദരൻ പറഞ്ഞതുപോലെ കർത്താവിന് വേണ്ടി എന്ത് ചെയ്തോ അത് മാത്രം ബാക്കി നിൽക്കും. ആമേൻ. നിന്റെ നിക്ഷേപമുള്ളിടത്ത് നിന്റെ ഹൃദയം ഇരിക്കുന്ന കർത്താവ് പറഞ്ഞിരിക്കുന്നത്. എവിടെയാണ് നമ്മുടെ നിക്ഷേപം? ഇവിടുത്തെ നിക്ഷേപങ്ങൾ തീരുമ്പോൾ, ഇത് തീർന്നു പോകുന്ന നിക്ഷേപങ്ങളാണല്ലോ, പക്ഷേ സ്വർഗത്തിൽ നമുക്ക് പ്രതിഫലം കിട്ടുന്ന ആ സ്വർഗത്തിലുള്ള നിക്ഷേപത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുമ്പോൾ എന്താ നമ്മുടെ ആഗ്രഹം? അതൊന്ന് ലഭിക്കുവാൻ, എൻ്റെ കർത്താവിനെ ഒന്ന് കാണുവാൻ. ഞാൻ തുറന്നു പറയുമ്പോൾ 56 വയസ്സായി. എനിക്കതൊരു സന്തോഷമുള്ളൂ. സന്തോഷത്തിൻ്റെ കാര്യം എന്നറിയോ? എൻ്റെ കർത്താവിനെ കാണുവാൻ എൻ്റെ ദിവസങ്ങൾ അടുത്തുകൊണ്ടേയിരിക്കുക. കർത്താവ് ഇപ്പോൾ വിളിച്ചാൽ ഞാൻ സന്തോഷത്തോടെ പോകും കർത്താവിൻ്റെ അടുത്തേക്ക്. ഭാര്യ മക്കൾ കർത്താവല്ലേ അവരുടെ കർത്താവ് എന്ന് പറയുന്നത്. ഏത് നിമിഷവും ആ കർത്താവിന് വേണ്ടിയുള്ള ആഗ്രഹത്തോടുള്ള കാത്തിരിപ്പും, കർത്താവിന് സന്നിധിയിലേക്ക് പോകാനുള്ള കാത്തിരിപ്പും. കഴിഞ്ഞ ദിവസം കോട്ടയത്തുള്ള ഡോക്ടറിനോട് പറയായിരുന്നു, ഡോക്ടർ സാജനോട് പറയായിരുന്നു, എൻ്റെ പൊന്നു സോര വെനിസോര, അവിശ്വാസികളെക്കാളും കൂടുതൽ മരിക്കാൻ പേടി വിശ്വാസികൾക്കാണ്. സത്യം. അനേകരുടെ മരണം കണ്ട ഡോക്ടറിനോട് പറഞ്ഞത്, വിശ്വാസികൾക്ക് മരിക്കാൻ ഭയങ്കര പേടിയാന്ന് പറഞ്ഞു, ഭയങ്കര ആകുലതയാന്ന് പറഞ്ഞു. മരണത്തെ ജയിച്ച നമ്മുടെ കർത്താവ്, മരണഭയത്തിൽ നമ്മൾ വീണ്ടെടുത്ത നമ്മുടെ കർത്താവ്. ആമേൻ. ഇതിൻ്റെ കാര്യം എന്താണെന്നറിയോ? നമ്മുടെ കാര്യങ്ങളെല്ലാം ഈ ലോകത്തിൽ തന്നെ നിൽക്കുമ്പോൾ, എൻ്റെ വീട്, എൻ്റെ പറമ്പ്, എൻ്റെ പ്രിയപ്പെട്ടത്, എൻ്റെ ബാങ്ക് ബാലൻസ് ഇത് വിട്ടിട്ട് ഞാൻ എങ്ങനെ? അയ്യോ കർത്താവ് ഇപ്പം അങ്ങ് വരല്ലേ, ഇപ്പം എല്ലാം സുഖമായിരിക്കുന്നു. ഇവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ കർത്താവിന് വേണ്ടി, നിത്യതയ്ക്ക് വേണ്ടി, ആ നിത്യതയിൽ ലഭിക്കുന്ന പ്രതിഫലത്തിന് വേണ്ടി നിൽക്കുന്നു. സമയം ഒത്തിരി മുമ്പോട്ട് പോലോ. എന്നിട്ട് അതിൻ്റെ പറഞ്ഞിട്ട് താഴെ പറഞ്ഞൊരു കാര്യമുണ്ട് കേട്ടോ. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ പറയുന്നത്? പൗലോസ് അപ്പോസ്തലൻ്റെ ആ ഒരു കൺവിക്ഷൻ. താഴെ സമയം പോയല്ലോ, 27 വാക്കിൽ ഇങ്ങനെ പറയുന്നത്, അതിന് താഴ്ത്ത് വായിക്കുമ്പോൾ, ആകയാൽ ഞാൻ നിശ്ചയമില്ലാത്ത വണ്ണമല്ല ഓടുന്നത്, ആകാശത്തെ കുത്തുന്നത് പോലെയല്ല ഞാൻ മുഷ്യുദ്ധം ചെയ്യുന്നത്, മറ്റുള്ളവർ പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളാതിരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുകയും ചെയ്യുന്നു. ആലേൽ അമേൻ. നമ്മുടെ ശരീരം പറയും കുറേ കൂടി സുഖം, നമ്മുടെ ശരീരം പറയും കുറച്ചുകൂടെ നല്ല വീട്, നമ്മുടെ ശരീരം പറയും കുറേ കൂടി നല്ലൊരു മെത്ത, നമ്മുടെ ശരീരം പറയും കുറേ കൂടി നല്ല സൗകര്യങ്ങൾ. പല ദിവസം പറയാണ്, ഇല്ല, ശരീരത്തോട് നീ അവിടെ നിൽക്ക്, എനിക്ക് ചിലതെല്ലാം ചെയ്യാനാണ് കർത്താവിന് വേണ്ടി. ശരീരത്തിൻ്റെ ഇഷ്ടത്തെ, പഴയ മനുഷ്യൻ്റെ ഇഷ്ടത്തെ എന്താ പറയുന്നത്? ദണ്ഡിപ്പിച്ച് അടിമയാക്കി. ഇംഗ്ലീഷിൽ എനിക്ക് തോന്നുന്നു അതിൻ്റെ വാക്ക് അറസ്റ്റ് ചെയ്ത് പിടിച്ചടക്കി ഞാൻ എൻ്റെ കർത്താവിനെ ഏൽപ്പിച്ച ആ ലാക്കിലേക്ക് ഓടുകയാണെന്ന് പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പൗലോസ് അപ്പോസ്തലൻ്റെ അത്ഭുതകരമായ കൺവിക്ഷൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ വായിക്കുകയായിരുന്നു. എനിക്ക് വളരെ എന്നെ ചലഞ്ച് ചെയ്ത, എപ്പോഴും അത് വായിക്കുമ്പോൾ കണ്ണു നിറയാതെ വായിച്ചു തീർക്കാൻ കഴിയില്ല. പൗലോസ് അപ്പോസ്തലൻ്റെ ജീവിതത്തിൻ്റെ അവസാന സമയം, ആദ്യം റോമാ സർക്കാർ പിടിച്ചു, ജയിലിലിട്ടു, അവിടെ നിന്ന് വിട്ടു. വീണ്ടും രണ്ടാമത് കൊല്ലുവാനായിട്ട് തന്നെ വീണ്ടും പൗലോസ് അപ്പോസ്തലനെ ജയിലിലിട്ടു. പൗലോസ് അപ്പോസ്തലൻ ജയിലിൽ കിടക്കുന്നു. ഇന്നോ നാളെയോ മരണത്തെ മുഖാമുഖം കണ്ട് പൗലോസ് അപ്പോസ്തലൻ ജയിലിലായിരിക്കുന്നു. ഏഷ്യക്കാരെല്ലാം പൗലോസ് അപ്പോസ്തലൻ വിട്ടിട്ട് പോയി. ദേമാസ് എന്ന് പറയുന്ന പൗലോസ് അപ്പോസ്തലൻ്റെ കൂട്ടുകാരൻ ദേമാസും വിട്ടിട്ട് പോയി. എല്ലാവരും വിട്ടിട്ട് പോയി. മരണത്തെ കാത്തു കിടക്കുന്ന പൗലോസ് അപ്പോസ്തലൻ ആ സമയത്ത് താൻ മകനെ പോലെ സ്നേഹിച്ച തീമോത്തിയോസിന് വേണ്ടി എഴുതുന്ന 2ാമത്തെ ലേഖനം നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. മരണത്തെ മുഖാമുഖം കണ്ട് കിടക്കുന്ന പൗലോസ് അപ്പോസ്തലൻ. ഞാനിങ്ങനെ പറയട്ടെ, പൗലോസ് അപ്പോസ്തലൻ ഓടി തീർത്തു. പൗലോസിനോട് അങ്ങനെ പറയണ്ടല്ലോ, വേണി ആ വാക്യം ഒന്ന് വായിക്കുന്നു, ഈ കോൺടെക്സ്റ്റിൽ വായിക്കുന്ന നല്ലതായിരിക്കും. അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 2 തിമോത്തി 4-ാം അധ്യായം
അതിൻ്റെ 6-ാം വാക്യം, ഞാനോ ഇപ്പോൾ തന്നെ പാനീയാഗമായി ഒഴിക്കപ്പെടുന്നു, എൻ്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു. ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. ആമേൻ. അപ്പോസ്തലൻ പറയാണ്, ഇന്നോ നാളെ എന്നെ കൊല്ലും, ഞാൻ മരിക്കാൻ പോകുന്നു. എൻ്റെ ജീവിതം കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു പാനീയയാഗമായി, അതായത് ഒരു വെള്ളം ഒഴിച്ച് കളയുന്നത് പോലെ കർത്താവിന് വേണ്ടി എൻ്റെ ജീവിതത്തെ ഞാൻ ഒഴിച്ച് തീർത്ത് കളയാൻ പോകുന്നു, തീരാൻ പോകുന്നു. തിമോത്തിയോസേ, ഞാൻ നല്ല പോർ പൊരുതി, ഞാൻ ഓട്ടം തികച്ചു. തിമോത്തിയോസേ, വിശ്വാസത്തെ ഞാൻ കാത്തു, നീതിയുടെ കിരീടം എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്നു. എന്നിട്ട് എനിക്ക് തോന്നുന്നു തിമോത്തിയോസ് ആ സമയത്ത് വളരെ ദുഃഖിതനായി. ഇവിടെ 1-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ തിമോത്തിയോസിനെ കണ്ണുനീരിനെ കുറിച്ച് പറയുന്നുണ്ട്. തിമോത്തിയോസ് കേട്ടു പൗലോസ് അപ്പോസ്തലൻ വീണ്ടും തിമോത്തിയോസ് സമയത്ത് എഫെസോസിലുള്ളത്. തിമോത്തിയോസ് കേട്ടു പൗലോസ് അപ്പോസ്തലനെ, തൻ്റെ പിതാവിനെ പോലെ സ്നേഹിക്കുന്ന അപ്പോസ്തലനെ വീണ്ടും ജയിലിൽ അടച്ചിരിക്കുന്നു, അവർ ഏത് നിമിഷവും കൊന്നുകളയാം. തിമോത്തിയോസ് കരയുന്നു, വലിയ സങ്കടം, വലിയ ഭയം. അതൊക്കെയുള്ള തിമോത്തിയോസിന് നീ ഭയപ്പെടണ്ട, നീ കരയണ്ട, നീ സങ്കടപ്പെടണ്ട എന്ന് പറഞ്ഞ് പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിനെ ഉത്സാഹപ്പെടുത്തുന്നത് കാണാം. എന്നിട്ട് പൗലോസ് തിമോത്തിയോസിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അതിൻ്റെ 1-ന്റെ 8-ാം വാക്യം, അതുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ സാക്ഷ്യത്തെയും അവൻ്റെ ബന്ധസ്ഥനായ എന്നെയും കുറിച്ച് ലജ്ജിക്കാതെ സുവിശേഷത്തിന് ദൈവശക്തിക്കൊത്തോണം നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. പൗലോസ് വിളിക്കുക, തിമോത്തിയോസെ, നീ എന്നോടൊരു കഷ്ടം സഹിച്ച്. ഞാൻ പറയട്ടെ, ഈ റിലേയിലൊക്കെ ഓടി ചെന്ന് ആ ബാറ്റൺ അങ്ങ് മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ കൊടുക്കുന്നത് പോലെ പൗലോസ് പറയാണ്, പിടിക്ക് തിമോത്തിയോസെ, നീ പിടിക്കുക, ഇതാ ഞാൻ ഓടി തീർന്നു, ടേക്ക് ഇറ്റ്. ലജ്ജിക്കണ്ട, ക്രിസ്തുവിൻ്റെ സാക്ഷ്യത്തെക്കുറിച്ചൊന്നും ലജ്ജിക്കണ്ട, എന്നെക്കുറിച്ചൊന്നും ലജ്ജിക്കണ്ട. ദൈവശക്തിക്കൊത്തോണം നീയും എന്നോട് കൂടെ എന്ത് ചെയ്യാനാണ് പറയുന്നത്? കഷ്ടം സഹി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇഫ് ദർ ഇസ് നോ ക്രോസ് ദർ ഇസ് നോ ക്രൗൺ. കഷ്ടം സഹിക്കാൻ തയ്യാറല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, കിരീടത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ട കേട്ടോ. ഇവിടെ പൗലോസ് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതിനുശേഷം പറഞ്ഞു വരുമ്പോൾ നീ ലജ്ജിക്കരുതെന്ന് പറയുന്നുണ്ട്. പിന്നീട് ആ ഭാഗം വായിക്കട്ടെ. അതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് ദാവീദിൻ്റെ അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം, ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. അത് അറിയിക്കുന്നതിൽ ഞാൻ ദുഷ്പ്രവർത്തിക്കാരൻ എന്ന പോലെ ചങ്ങല ധരിച്ച് കഷ്ടം സഹിക്കുന്നു. തിരുവചനത്തിനോ ബന്ധനമില്ല. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്നത്തെ നമ്മുടെ സർക്കാരിലെ വലിയ വലിയ ടീമുകൾക്കൊക്കെ ആൾക്കാരെ പിടിച്ച് ജയിലിലിടാം, പക്ഷേ ദൈവവചനത്തിനെ ജയിലിലിടാൻ അവർക്ക് പറ്റില്ല കേട്ടോ. ആളുകൾ പടപെടാന്ന് വിശ്വാസത്തിൽ വന്നുകൊണ്ടിരിക്കുക. വലിയ സൗരനത് പറഞ്ഞല്ലോ, തല്ലുകയാണെങ്കിൽ തല്ല്, കൊല്ലുകയാണെങ്കിൽ കൊല്ല്, ഞങ്ങൾ യേശുവിനെ വിടില്ല. ആം ലോഗ് നൈ ചോടേക്കെ പ്രഭു യേശുക്കോ. ആ സാക്ഷിയാണ് ഞങ്ങൾ കേൾക്കുന്നത്. ആ സാക്ഷികൾ പിന്നെ അവർക്ക് വേണ്ടി നിൽക്കാണ്ടിരിക്കാൻ പറ്റുമോ? അവിടെ സുവിശേഷം അറിയിക്കാണ്ടിരിക്കാൻ പറ്റുമോ? ഇവിടെ പറയുന്നത്, ഞാൻ കഷ്ടം സഹിക്കുന്നു, ഞാൻ ചങ്ങല ധരിച്ച് ദുഷ്പ്രവർത്തിക്കാരനെ പോലെ ചങ്ങല ധരിച്ച് കഷ്ടം സഹിക്കുന്നു. എന്നാൽ ദൈവവചനത്തിന് എന്നെ ഇവർ പിടിച്ചകത്താക്കിയിരിക്കുന്നു, പക്ഷേ ദൈവവചനത്തെ അവർക്ക് ബന്ധിക്കാൻ കഴിയില്ല. ഞാൻ പറയട്ടെ, ഇന്നത്തെ ഭരണാധികാരികളോട് അവർക്ക് ബോധം ഉണ്ടായിരുന്നു ഈ ഒരു പരിപാടി ചെയ്യില്ലായിരുന്നു. എത്രമാത്രം ഒരു പെർസിക്യൂഷൻ ഈ ഇന്ത്യയിൽ, എത്രമാത്രം പെർസിക്യൂഷൻ, എന്താ പറയുക, പീഡ വർദ്ധിക്കുന്നുവോ അത്രമാത്രം ദൈവത്തിൻ്റെ പ്രവൃത്തിയും വർദ്ധിക്കും. ആമേൻ. ഞാൻ വിശ്വസിക്കുന്നു, ഉത്തർപ്രദേശിൽ വരും കാലങ്ങളിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കാൻ പോവുക. നോർത്ത് ഇന്ത്യ മുഴുവൻ അതിൻ്റെ തുടക്കം ഈ പീഡകളെല്ലാം. കാരണം ഞാനത് കണ്ടതാ. ഞാൻ നേപ്പാളിൽ ചെന്ന സമയത്ത് സുവിശേഷം അറിയിച്ചാൽ 3 വർഷം ജയിൽ, ഒരാളെ സ്നാനപ്പെടുത്തി കഴിഞ്ഞാൽ 5 വർഷം ജയിൽ. രാജാവ് വിഷ്ണുവിൻ്റെ അവതാരം, രാജാവില്ല, അത് മറ്റൊരു വേറെ പരിപാടി അവിടെ ഇല്ല. ബോർഡിൽ കിടക്കുമ്പോൾ തന്നെ അവർ നോക്കും, വല്ല ബൈബിളുണ്ടോ, ബൈബിൾ പുസ്തകങ്ങളുണ്ടോ എന്ന്. അനേകരെ ജയിലിലിട്ടു, അനേകരെ പീഡിപ്പിച്ചു. പീഡയുടെ സമയത്ത് കർത്താവിൻ്റെ സുവിശേഷം നേപ്പാളിൽ തീ പോലെ പടർന്നു. ഇന്ന് നിങ്ങൾ നേപ്പാളിൽ വാ, UP വെച്ച് നേപ്പാൾ വെച്ച് നോക്കുമ്പോഴല്ലോ 10 times ബെറ്ററാണ് നേപ്പാൾ. എല്ലാ സ്ഥലത്തും ചർച്ചുകൾ, അനേകർ ഇപ്പോഴും ടിബറ്റൻ മേഖലയിലുള്ള കുറേ ടിബറ്റൻസ് ഒഴികെ ബാക്കി നിങ്ങൾ ഏത് സ്ഥലത്ത് ചെന്നാലും അവിടെ എല്ലാ സഭകൾ ക്രിസ്തുവിൻ്റെ വിഗ്രഹത്തെ ആരാധിച്ചിരുന്ന ആൾക്കാർ, ഹിന്ദു മതവിശ്വാസമുള്ള ആൾക്കാർ, അവരുടെ ജീവിതത്തെ അടിമുടി ദൈവം ആ നേപ്പാളിൽ മാറ്റി. സുവിശേഷത്തിനെ ബന്ധിക്കാൻ ആർക്കും കഴിയില്ല പ്രിയപ്പെട്ടവരെ, ഒരു രാജാവിനും കഴിയില്ല. രാജാവ് 2007 പരിപാടിയൊക്കെ നിർത്തി അവിടെ നിന്ന് പോയി. നേപ്പാൾ ഒരു സെക്കുലർ രാഷ്ട്രമായിട്ട് പ്രഖ്യാപിച്ചു. സുവിശേഷം നേപ്പാൾ മുഴുവൻ പരന്നു. അനേക സ്ഥലങ്ങളിൽ സഭകൾ സ്ഥാപിക്കപ്പെട്ടു. അനേകർ ദൈവങ്ങളിലേക്ക് തിരിയാനിടയായി തീർന്നു. അത്ഭുതകരമായ മാറ്റം നേപ്പാളിൽ കർത്താവ് നടത്തി. ഞാൻ പറയട്ടെ, ആ മാറ്റം ഞങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്നു, ഉത്തർപ്രദേശിൽ, നോർത്ത് ഇന്ത്യയിലും. ആമേൻ.
ദൈവം വിടുവിക്കും. പ്രാർത്ഥിക്കാൻ നാം തയ്യാറാണോ? കണ്ണുനീരൊഴുക്കാൻ നാം തയ്യാറാണോ? പ്രാർത്ഥന എവിടെ കൂടുന്നു? ഈ പീഡനത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? പീഡനം കൂടുന്നതനുസരിച്ച് ആൾക്കാർ പ്രാർത്ഥന കൂടും. എൻ്റെ ഭാര്യ, മറ്റുള്ളവരുടെ കാര്യം വിട, എൻ്റെ സ്വന്തം ഭാര്യ, ഞങ്ങൾ ജെസി നേപ്പാളിലുള്ള സമയത്ത്, നേപ്പാൾ ബോർഡറിൽ ഞങ്ങൾ രാവിലെ നേപ്പാളിൽ 3-4 സ്ഥലങ്ങളിൽ ചെറിയ ഇപ്പോഴും രഹസ്യമായ മീറ്റിങ്ങിൽ പോകുന്ന സമയത്ത് നന്നായിട്ട് പ്രാർത്ഥിക്കും. വൈകുന്നേരം ഒരു രാത്രിയായ ഒരു 9 മണിയൊക്കെ ആകുമ്പോഴേക്കും ഫോൺ വിളിക്കും. ഫോൺ കിട്ടുന്ന സ്ഥലത്താണെങ്കിൽ എവിടെ എത്തി, എന്തായി സ്ഥിതി, എന്താ കാര്യം എന്നറിയോ? പിടിച്ചുകൊണ്ട് പോയോ, തല്ലുകൊണ്ടോ, ജയിലിലാണോ അറിയില്ല. അപ്പോൾ പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റുമോ? പിന്നെ പ്രാർത്ഥിച്ചു പോകും. പ്രാർത്ഥിക്കണമെന്ന് പറയേണ്ടി വരില്ല, പ്രാർത്ഥിക്കും, തന്നെ പ്രാർത്ഥിക്കും. ഈ പീഡനത്തിൻ്റെ പ്രത്യേകത ഏതാ? നമ്മളെ കണ്ട് പ്രാർത്ഥിക്കാത്തവരോട് ദൈവം എന്ത് ചെയ്യും? പ്രാർത്ഥിപ്പിക്കും. അതപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയട്ടെ, പൗലോസ് പറയാണ്, ഞാൻ ദുഷ്പ്രവർത്തിക്കാരെന്ന പോലെ ചങ്ങല ധരിച്ച് കഷ്ടം സഹിക്കുന്നു, ദൈവവചനത്തിനോ ബന്ധനമില്ല. അതുകൊണ്ട് പൗലോസ് പറഞ്ഞ കാര്യം, അതുകൊണ്ട് ക്രിസ്തുയേശുവിലുള്ള രക്ഷ നിത്യദേശത്തോട് വൃതന്മാർക്ക് കിട്ടേണ്ടതിന് ഞാൻ അവർക്കായി സകലവും സഹിക്കുന്നു. എന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് പ്രിയപ്പെട്ടവർ, അത് വായിച്ച് പറഞ്ഞ നിർത്തുന്ന സമയം പോയല്ലോ. നാം അവനോടുകൂടി മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. ആമേൻ. കർത്താവിനോട് കൂടെ മരിച്ചുവെങ്കിൽ അവനോട് കൂടെ ജീവിക്കും, സഹിക്കുന്നുവെങ്കിൽ അവനോട് കൂടെ വാഴും. നാം തള്ളിപ്പറയുന്നുവെങ്കിൽ അവൻ നമ്മയും തള്ളിപ്പറയും. നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. തൻ്റെ സ്വഭാവം ത്യജിക്കാൻ അവർ കഴിയില്ലല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിന് വേണ്ടി മരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് എത്രയോ വലിയ ഭാഗ്യമായൊരു മരണം. അത് ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുവാൻ, അതെന്തൊരു ഭാഗ്യമായ കാര്യം അത്. നമ്മുടെ ജീവിതങ്ങൾ എങ്ങനെ പ്രിയപ്പെട്ടവരെ? ഇവിടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. 9-ാം അധ്യായം കഴിഞ്ഞ് 10-ാം അധ്യായം നമ്മൾ വായിച്ചല്ലോ. അവിടെ പൗലോസ് അപ്പോസ്തലൻ വലിയൊരു വാണിംഗ് തരുന്നുണ്ട്. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പൗലോസ് എന്ന് പറയാണ്, സഹോദരന്മാരെ, 10-ാം അധ്യായം, സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തോടെ കടന്നു, എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്ഥാനമേറ്റു, മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവർ അനുഭവിച്ച ആത്മീയ പാറയിൽ നിന്നല്ല അവർ കുടിച്ചത്, ആ പാറ ക്രിസ്തു ആയിരുന്നു. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവർ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തെ നോക്കിക്കൊണ്ട് ദൈവം പ്രസാദിക്കുന്നത് പ്രിയപ്പെട്ടവരെ, എന്നെ പ്രതി, സുവിശേഷത്തെ പ്രതി എൻ്റെ മകൻ ഇതാ അവിടെ. സ്വർഗീയ ദൂതന്മാർ പോലും കുനിഞ്ഞു നോക്കുമെന്ന് പറഞ്ഞു. നമ്മൾ സുവിശേഷം പറയുമ്പോഴേ ബൈബിൾ പറഞ്ഞവരെയാണ്, അവരിങ്ങനെ സാഗ്രഹത്തോടെ കുനിഞ്ഞു നോക്കുമെന്ന് പറഞ്ഞേ. അത്ഭുതകരമായ സുവിശേഷം, ജീവിതങ്ങളെ മാറ്റിമറിക്കുന്ന സുവിശേഷം, ദേശങ്ങളെ മാറ്റിമറിക്കുന്ന സുവിശേഷം, ജാതികളുടെ ജീവിതങ്ങളെ മാറ്റിമറിക്കുന്ന സുവിശേഷം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ, അതിൽ നാം പങ്കാളികളാകുന്നില്ലെങ്കിൽ ദൈവം പ്രസാദിക്കണം. നമ്മുടെ ജീവിതത്തെ നമുക്കിന്ന് നമ്മളെക്കുറിച്ചൊന്ന് ചിന്തിക്കാൻ പ്രിയപ്പെട്ടവരെ. എൻ്റെ ഇന്നത്തെ ജീവിതം നോക്കി എൻ്റെ കർത്താവ് സന്തോഷിക്കുന്നുവോ? വെൽ ഡൺ, സബാഷ്, കം ഓൺ, ഗോ ഫോർവേഡ്, പോ മുമ്പോട്ട്, ഞാനുണ്ട് നിൻ്റെ കൂടെ. അവരിൽ പലരിലും ദൈവം പ്രസാദിച്ചില്ല. നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. ആ നിർബന്ധം നാം പൂർത്തീകരിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? നമ്മുടെ ജീവിതം ഗോസ്പൽ ഓറിയൻ്റ് ആയിട്ടുള്ള ജീവിതമാണോ? സുവിശേഷത്തിന് വേണ്ടിയുള്ള ജീവിതമാണോ നമ്മുടെ ജീവിതം? നമുക്ക് നമ്മെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കാം. കർത്താവിനോട് പറയാം, കർത്താവേ, ഇതുവരെയുള്ളതൊക്കെ പോട്ടെ, കർത്താവ് അതെല്ലാം മറക്കാൻ തയ്യാറാണ്. പക്ഷെ ഇനിയുള്ള ജീവിതം കർത്താവെ, ബാക്കി ദിവസം എത്ര ദിവസം ഈ ലോകത്തിലുണ്ട് എനിക്കറിയില്ല കർത്താവെ. ഒരു പക്ഷേ ഒരാഴ്ച, ഒരു വർഷം, ചില വർഷങ്ങൾ. കർത്താവെ, എൻ്റെ ബാക്കി ജീവിതം അങ്ങേ പ്രസാദിപ്പിച്ച് സുവിശേഷത്തിന് വേണ്ടി എനിക്ക് ജീവിക്കണം കർത്താവെ. ഞാനിന്ന് ചോദിക്കുന്നു കർത്താവെ, ആ പൗലോസ് അപ്പോസ്തലനോട് കൂടെ ചേർന്ന് ഞാനും ചോദിക്കുന്നു, ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്നോട് പറ. അടിയൻ തയ്യാറാണ് കർത്താവെ. നമുക്കൊരു വിഷയം എഴുന്നേറ്റ് നിൽക്കാം, നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം.
ഞങ്ങളുടെ പ്രിയ കർത്താവേ, അങ്ങ് ഞങ്ങളെ വീണ്ടെടുത്തു. നിത്യനരകത്തിൽ നിന്ന് വീണ്ടെടുത്തു. പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് വീണ്ടെടുത്തു. മരണഭയത്തിൽ നിന്ന് വീണ്ടെടുത്തു. നിത്യത ഞങ്ങൾക്ക് വേണ്ടി തന്നു. പിതാവേ, അതിനുവേണ്ടി അങ്ങയുടെ പ്രിയമകനെ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ക്രൂശിൽ തകർത്ത് കളഞ്ഞു. എൻ്റെ പിതാവേ, ഞങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയില്ലല്ലോ. ഞങ്ങളുടെ മക്കളെ ഞങ്ങളുടെ കൺമുമ്പിലിട്ട് തല്ലി ചതച്ച് കീറി കൊന്നുകളയുന്നത് മാതാപിതാക്കളായ ഞങ്ങൾക്ക് സഹിക്കാൻ പോലും കഴിയാത്ത കാര്യമാണല്ലോ. പിതാവേ, എങ്കിൽ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മകനെ തകർത്ത് കളഞ്ഞു. ക്രൂശിൽ അതിക്രൂരമായി നിന്ദ്യമായി പിടഞ്ഞ് മരിക്കുവാൻ അനുവദിച്ചു. അങ്ങയുടെ മകൻ ക്രൂശിൽ അലറിക്കരഞ്ഞു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? ആരെ പിതാവേ, അങ്ങയുടെ പ്രിയപുത്രനെ കൈവിട്ടു. വൃത്തികെട്ട പാപിയായ ബെന്നി അങ്ങയുടെ മകനാക്കി മാറ്റാനായി. ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങളുടെ മക്കളാക്കി മാറ്റാനായി. പ്രിയ കർത്താവേ, സ്വർഗം ചമച്ചവൻ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ പിടഞ്ഞ് മരിച്ചല്ലോ. ഞങ്ങളെ രക്ഷിച്ചല്ലോ. ആ രക്ഷ അറിയിക്കുവാൻ, ആ സ്നേഹത്തിൻ്റെ കഹാനി, ആ സ്നേഹത്തിൻ്റെ കഥ അനേകരോട് പറയുവാൻ ഞങ്ങളെ സഹായിക്കണം കർത്താവേ. ഞങ്ങളുടെ ബാക്കി ജീവിതം കർത്താവേ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്ലീസ് കർത്താവേ, സഹായിക്കണം കർത്താവേ. ഞങ്ങൾ ഇനിയും ചതിക്കപ്പെടരുത് കർത്താവേ. ലോകം ഞങ്ങൾ ഇനിയും ചതിക്കരുത് കർത്താവേ. ലോകമോഹങ്ങൾ ഞങ്ങളെ ചതിക്കരുത് കർത്താവേ. പണം ഞങ്ങളെ ചതിക്കരുത് കർത്താവേ. സ്ഥാനമോഹങ്ങൾ ഞങ്ങളെ ചതിക്കരുത് കർത്താവേ. പ്രാർത്ഥന കേട്ടതിനാ നന്ദി. യേശു നാമത്തിൽ തന്നെ.